വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുവാൻ തന്നെ ദൈവം നമ്മളോട് കാണിച്ചതിന് ആ സ്നേഹത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രണ്ട് വിഷയങ്ങൾ നമ്മൾ കേട്ടു. അടുത്തൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അത് ഹിന്ദുയിസത്തിലെ ധർമ്മവും കർമ്മവും എന്നുള്ളൊരു വിഷയമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ചെയ്യുന്നതിൻ്റെ അകത്ത് തന്നെ മറ്റൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്കെതിരായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് സ്വാമിമാർ അതിശക്തമായ രീതിയിൽ, പിന്നെ ശശികല ചേച്ചിയെപ്പോലുള്ളവരൊക്കെ വളരെ ശക്തമായ രീതിയിൽ ക്രൈസ്തവ മിഷന്മാർക്കെതിരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എത്രത്തോളം അവർ മോശമായിട്ടുള്ള രീതിയിൽ ക്രൈസ്തവതയെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ അത്രത്തോളം പ്രാർത്ഥനയോടെ നമുക്കതിന് മറുപടി കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവർ ചെറിയൊരു വാക്യത്തിലായിരിക്കും, ചെറിയൊരു വാചകത്തിലായിരിക്കും നമ്മളെ വിമർശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂറിന് മുകളിലുള്ള വീഡിയോസുകൾ ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ചാലക്കുടിയുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് വലിയൊരു ആഗ്രഹത്തോടെ പല സഹോദരന്മാരും താല്പര്യപ്പെട്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. അതിൻ്റെ ഫലമായി വളരെ നല്ല രീതിയിൽ ഇങ്ങനെയൊരു സഭാഹാള് ദൈവം തരികയും ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുവാനും ദൈവം സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി പറയും. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ചാലക്കുടിയുടെ പ്രദേശത്ത് അല്ലെങ്കിൽ മറ്റുള്ള പല സ്ഥലങ്ങളിലുമായിട്ട് ഘോരഘോരമായി പ്രസംഗിച്ച് നടക്കുന്ന ഒരാളാണ് സ്വാമി ആനന്ദവനം എന്ന് പറയുന്നത്. അദ്ദേഹത്തെപ്പറ്റി ഈ അടുത്ത നാളുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാവുകയും അദ്ദേഹം പല രീതിയിൽ ക്രൈസ്തവതയെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ആരെ ആക്രമിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ നേരെ വരുന്നത്. കാരണം നമ്മൾ ചാഞ്ഞു കിടക്കുന്ന ഒരു കൊമ്പാണ്, എങ്ങനെ വേണേലും കയറാം, എങ്ങനെ വേണേലും അതിൻ്റെ ശിഖരങ്ങൾ വെട്ടിക്കളയാം, അതിന് ഒരടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം വരുന്നതെങ്കിലും എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും വിശുദ്ധ വേദപുസ്തകം കയ്യിലുള്ള ദൈവമക്കൾ ഒരുപോലെ നിന്ന് പറയും, ഞങ്ങളുടെ ഒരു ഉത്തരം പറയാൻ ഞങ്ങൾക്കൊരു പുസ്തകമുണ്ട്, ഞങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്ക് ധൈര്യം തരുന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആ ഉറപ്പോടുകൂടി എന്ന് പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവനുള്ള ദൈവത്തിൻ്റെ ആ ഒരു കൃപ മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിൻ്റെ അകത്ത് 6 അടി പൊക്കോ അല്ലെങ്കിൽ 5 അടി പൊക്കോ അല്ലെങ്കിൽ അതിനൊത്ത ശരീരമുള്ളവരുള്ളതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ആനന്ദവനം സ്വാമിയാരുടെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു സ്വാമിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ നമുക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഇവിടെ കാണിക്കാം. ഒരു സമൂഹം 72 വേശ്യകൾക്ക് പുറമെ നടക്കുന്ന ഒരു സമൂഹം, വരുമാനത്തിൽ 10% കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് ചോദിക്കുന്ന ഒരു സമൂഹം. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ധർമ്മത്തിന്റെ തിരിച്ചുവരവിന് ഒരു തുടക്കം കുറിച്ചു എന്ന് വേണം പറയാൻ. അതിന് കാരണമായി വന്നത് ആനന്ദവനം മഹാമണ്ഡലേശ്വരജിയാണ്. അദ്ദേഹത്തിന്റെ ജന്മം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടായതാണോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. നമ്മൾക്ക് സനാതന ധർമ്മവിശ്വാസികൾക്ക് ഈ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുവാനുള്ള ഒരു അവസരം അദ്ദേഹമായിട്ടാണ് നമുക്ക് വഴികാട്ടിയായി കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് കാലത്തിന്റെ ഒരു മാറ്റം, സനാതന ധർമ്മത്തിന്റെ തിരിച്ചുവരവ്. 2 തരങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഞെങ്ങി ഞെരിയുന്ന ശ്വാസം മുട്ടുന്ന ഒരു ധർമ്മമാണ് ഇന്നത്തെ നിലയിൽ നമ്മുടെ കേരളത്തെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. ഒരു സമൂഹം 72 വേശ്യകൾക്ക് പുറമെ നടക്കുന്ന ഒരു സമൂഹം, വരുമാനത്തിൽ 10% കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് ചോദിക്കുന്ന ഒരു സമൂഹം. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് ഒരു കാര്യം, ഏറ്റവും വലിയ കാര്യം, ഈ ദുഷ്കർമ്മികൾ നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മളെ നശിപ്പിച്ച സമയത്തും അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നവരുടെ പരമ്പരകളാണ് ഇന്ന് നമ്മൾ ഇവിടെയുള്ളത്. അത് വളരെ ഗർഭം. നമ്മൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു കാര്യം വസ്തുത നിലനിൽക്കുകയാണ്. ഇങ്ങനൊരു വോയിസ് കേൾപ്പിക്കാനുണ്ടായ കാരണം ഞങ്ങൾക്കെതിരെ ഉള്ള ഒരു ആരോപണമാണ്. ഇത് ഞങ്ങൾ കാശ് കൊടുത്ത ആൾക്കാരെ ഇറക്കിക്കുന്നുള്ളൊരു ആരോപണമുണ്ട്. ഇങ്ങനെ ഒരു സ്വാമിക്ക് കാശ് കൊടുത്ത് ഇറക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ആദ്യമേ അത് മനസ്സിലാക്കണം. കാരണം സാക്ഷിക്ക് മറുപടി പറയാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പേരെ കാശ് കൊടുത്ത് ഇറക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനുമായിട്ട് തിരുവനന്തപുരത്ത് ഡിബേറ്റ് നടത്തിയ സിറാജ് പന്തളം ഡിബേറ്റിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് മുസ്ലിങ്ങൾ എഴുതിയിടുന്നത് നിങ്ങൾ കാശ് കൊടുത്ത് ഇറക്കിയ ആളാണെന്നുള്ളതാണ്. നമ്മൾ കാശ് കൊടുത്ത ഒരാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് മുഹമ്മദിൻ്റെ ജീവചരിത്രം പറയേണ്ട കാര്യമില്ല. ഇനി ഇപ്പോൾ ഈ സ്വാമിയുടെ വിഷയമാണെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ നോക്കിയോ നിങ്ങൾ തന്നെ കാശ് കൊടുത്തിറക്കിയ ആളാണെന്നൊക്കെ പറയുന്നത്. കാരണം ഇങ്ങനൊന്നും ഒരു സ്വാമിമാരും പറയത്തില്ല എന്നാണ് ഇവരുടെ ധാരണ. 2 ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നമുക്ക് നേരെ ഇവർ വെച്ചിരിക്കുന്നത്. ഒന്ന്, 10% കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ള ആൾക്കാർ. 2, നമ്മൾ ദുർമൂർത്തികളാണ്.
ഇപ്പോൾ ഈ രണ്ട് ആരോപണം നമ്മുടെ തലയ്ക്ക് വെച്ചിരിക്കുകയാണ്. മൂന്നാമത് അദ്ദേഹം തന്നെ പറയുന്നു, ഈ ആനന്ദവന സ്വാമി മൂലം എന്തു ചെയ്യും, ഇനി ഈ സനാതനധർമ്മം പുനഃസ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. സനാതനധർമ്മം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ബഹുരസമായിരിക്കും കേരളത്തിൽ. ഞാൻ പറഞ്ഞു, ഈ ചാലക്കുടിയിൽ മാത്രമെങ്കിലും ഇതൊന്ന് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ വലിയ രസമായിരിക്കും. കാരണം പല ആൾക്കാരും പിന്നീട് മൊബൈൽ മാത്രമായിരിക്കും. ഇന്ന് മൊബൈലിൻ്റെ ലോകമാണ്. ഇത് ലൈവ് മാത്രമേ പിന്നീട് കാണത്തുള്ളൂ. കാരണം പല ആൾക്കാരും കേണൽ മൺറോയിൽ പോലുള്ളവർ അല്ലെങ്കിൽ മിഷണറിമാർ ഈ ഭാരതത്തിൽ വന്നപ്പോഴത്തേനും പല കാര്യങ്ങൾക്കും സമൂഹത്തിൽ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും എന്തു പറ്റി, മാന്യമായിട്ട് ജീവിക്കാനുള്ള അല്ലെങ്കിൽ മാന്യതയോടെ തൊഴിലിനുള്ള അവസരം കിട്ടി. സനാതനധർമ്മം വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ആരും തൊഴിലിനൊന്നും പോകേണ്ടി വരത്തില്ല. കാരണം അടിമയും ഉടമയുമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കും ഇവിടെ നടക്കുന്നത്. അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഈ 72 വേശ്യകൾ എന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല, അത് ഇസ്ലാമിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും സ്വാമിക്ക് തെറ്റുപറ്റി. ഒരു മുസ്ലിമിന് ഇസ്ലാമിക സ്വർഗത്തിൽ കിട്ടുന്നത് 10,27,000 വേശ്യകളെയാണ്, ഭാര്യമാരെയാണ്. ഇവിടെ ഒരെണ്ണത്തിനെ കൊണ്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് ഇവർ ഇവിടുന്ന് അവിടെ ചെന്നിട്ട് 10,27,000 ഭാര്യമാരുമായിട്ട് നടക്കുന്നത്. അതിൻ്റെ തെളിവ് ഖുറാൻ്റെ ഒരു വാക്ക് വിശ്വസ്തയോടെ വായിച്ചു കഴിഞ്ഞാൽ ആ വാക്കിനൊരു ഭാര്യനെ കിട്ടുമെന്നാണ് പറയുന്നത്, ഒരു ഹൂറിയെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഖുറാൻ്റെ അകത്ത് മുഴുവനുമായിട്ടുള്ളത് 10,27,000 വാക്കുകളാണ്. അത് KVM പന്താവൂരിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ MM അക്ബർ മിനിമം ഒരു 3 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര പേരെ കിട്ടുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. അത് അടുത്ത സെഷനിൽ നമ്മുടെ കെ തോമസ് വാർഷു വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്, പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നതുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. സ്വാമി പക്ഷേ ഈ പുസ്തകമൊന്നും വായിച്ചിട്ടില്ല. സ്വാമിയുടെ ധാരണം 10% കൊടുത്തു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിൽ ചെന്ന് ജീവിക്കാം. ആ ജീവിതമാണ് ഏറ്റവും വലുത്. അതിനുവേണ്ടിയാണ് ഇവിടെ കിടന്ന് നമ്മൾ കഷ്ടപ്പെടുന്നതെന്നുള്ളതാണ്. എന്നാൽ ഇവരുടെ പുസ്തകം മനുസ്മൃതിയും മറ്റുള്ള സംഭവങ്ങളിലേക്കും വരുമ്പോഴത്തേനും അവിടെ ഇവർ പറയുന്നുണ്ടല്ലോ, ഈ സനാതനധർമ്മത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആനന്ദവന സ്വാമി ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ. സ്വാമിയെ പറ്റിയുള്ള ചരിത്രങ്ങൾ ഈ ചാലക്കുടിക്കാർക്ക് തന്നെ അറിയാം. അപ്പോൾ ഈ സ്വാമിയെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിരുന്നത് ഇത്രയും കുംഭമേളയും കാര്യങ്ങളും എല്ലാം നടത്താൻ ഇദ്ദേഹത്തിന് ഇത്രയും ആഹ്വാനം കിട്ടിയത് സനാതനധർമ്മം മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ളൊരു പ്രശ്നമുണ്ട്. ഈ മനുസ്മൃതി അധ്യായം 8 ശ്ലോകം 270 പറയുന്നത്, താഴ്ന്ന ജാതിക്കാരൻ എന്ന് വെച്ചാൽ ശൂദ്രൻ ഉയർന്ന ജാതിക്കാരനെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിച്ചാൽ അവൻ്റെ നാക്ക് അറുത്തു മാറ്റണം. ഇപ്പോൾ സനാതനധർമ്മം വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണം, നടത്തേണ്ടി വരും. കാരണം വിദ്യാഭ്യാസം കൊണ്ടും ഒരു മനുഷ്യന് വിദ്യാഭ്യാസം കൊടുത്തപ്പോഴത്തേനും അവൻ എവിടെയാണോ അടിമയായി കിടക്കുന്നത്, ആളാണോ എന്നെ അടിമയാക്കിയിരിക്കുന്നത്, അദ്ദേഹത്തോട് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം കൊടുത്തത് ഇവിടുത്തെ മിഷണറിമാരാണ്. അങ്ങനെയാണെങ്കിൽ സനാതനധർമ്മം തിരിച്ചു വരുമ്പോഴത്തേനും ഇവിടെ എത്ര പേർക്ക് നാക്ക് കാണും? നീ പറഞ്ഞു പോയവരെ തെരഞ്ഞു പിടിച്ചിട്ട് ഇവരെന്ത് ചെയ്യും? നാക്ക് മുറിച്ച് കളയേണ്ടി വരും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല. കാരണം നേരത്തെ അവിടെ പറയുന്നത് അവൻ്റെ നാക്ക് മുറിച്ച് കളയണം എന്നതാണ് പറയുന്നുണ്ടെങ്കിൽ, കാരണം എന്താ, ഉയർന്ന ജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനുള്ള ഒരു വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് സനാതനധർമ്മത്തിന് വേണ്ടി ജീവിച്ചു പോകേണ്ടതെന്നുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ വിവേചനമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ദൈവത്തെ ഭയപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനെ അല്ല. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നീ ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൽ നിൽക്കുന്നവൻ മനുഷ്യനെ ഭയപ്പെട്ടല്ല ജീവിക്കേണ്ടത്, പിന്നെ ആരെയാ? ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് തന്നെയാണ്. ഇനി അടുത്ത മനുസ്മൃതിയിലേക്ക് വരുവാണെങ്കിൽ പറയാണ്, ഒരു ശൂദ്രൻ ബ്രാഹ്മണനെ ധർമ്മോപദേശം നൽകാൻ തുനിഞ്ഞാൽ രാജാവ് അവൻ്റെ വായിലും ചെവിയിലും തിളച്ച എണ്ണ ഒഴിക്കണം. ഇത് ഈ കാലഘട്ടത്തിൽ ഈ ഭാരതത്തിൽ നടന്ന സംഭവമാണ്, നടന്നുകൊണ്ടിരുന്ന സംഭവമാണ്. അതിന് മാറ്റങ്ങൾ വരുത്തിയതാരാ? മിഷണറിമാരാ. അങ്ങനെയെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ഒരു മടങ്ങിവരവിന് വേണ്ടിയാണ് ആനന്ദവനം വന്നെന്നുണ്ടെങ്കിൽ ആരായിരിക്കും രാജാവ്? നമ്മുടെ ഒരു ചോദ്യമാണ്. ആരായിരിക്കും രാജാവ്? ഇനി ബ്രാഹ്മണന് ധർമ്മോപദേശം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ ശൂദ്രൻ, അദ്ദേഹത്തിന് ഈ ശൂദ്രന്മാർക്കിപ്പം ധർമ്മോപദേശമല്ല, ഏത് ഉപദേശം കൊടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞു. അവർക്ക് അതിൻ്റെ നന്മകളെ പറയാൻ അവർക്ക് പറ്റുന്നില്ല. പക്ഷെ നമ്മളുടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മാത്രം അവർക്ക് പറഞ്ഞു നടക്കാം എന്നുള്ളതാണ്. അടുത്ത സനാതനധർമ്മത്തിൽ പറയാണ്, ധനം സമ്പാദിക്കുന്നതിൽ സമർത്ഥനായാലും ശൂദ്രൻ ധനം സമ്പാദിച്ച് വെക്കരുത്. അവന് ധനം സമ്പാദിക്കാൻ പറ്റുകയില്ല. അവനെന്നും എന്ത് ചെയ്യണം? ധനം സമ്പാദിക്കാതെ ഇങ്ങനെ ഇരുന്നോണം. എന്തെന്നാൽ ധനവാനായി തീർന്ന ശൂദ്രൻ ശാസ്ത്രജ്ഞാനമില്ലായകയാൽ
ധനമതം കൊണ്ട് ശാസ്ത്രവിരുദ്ധമായി ആചരിച്ചും ബ്രാഹ്മണ സേവ ഉപേക്ഷിച്ചും ബ്രാഹ്മണനെ തന്നെ പീഡിപ്പിക്കും. സംഭവം താഴ്ന്ന ജാതിക്കാരൻ അവൻ ധനം സമ്പാദിച്ച് അവൻ എല്ലാ രീതിയിലും ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവൻ്റെ തലയ്ക്ക് മുകളിലിരിക്കുന്ന ആളിന് എന്ത് ചെയ്യണം? ബ്രാഹ്മണനെ പീഡിപ്പിക്കും. കാരണം ബ്രാഹ്മണനാണ് ഏറ്റവും ഉയർന്നിരിക്കുന്നത്. ജെറുവേർ പറഞ്ഞ എന്താണ്? ഇപ്പോൾ ജെറുവേറിനെ ഞാൻ ഖണ്ഡനം ചെയ്യണമെന്ന് തോന്നുന്നു ഓരോ വിഷയം വരുമ്പോഴത്തേനും. കാരണം ദൈവമില്ല എന്ന് പറഞ്ഞൊരു വിഷയം വന്നു, അടുത്ത ഇതിൻ്റെ അവസാനം വരുമ്പോൾ ദൈവം ഉള്ള സ്ഥലത്തേക്ക് ഇവർ കയറിപ്പോകുന്നുണ്ട്. ഇത് രണ്ടും സംഭവമാണ്. അതിപ്പോൾ ഇവിടെ പറയുന്നത് ജ്ഞാനമുള്ളവൻ്റെ മുകളിൽ ആരാണ്? ജ്ഞാനമില്ലാത്തവനെ ഇരുത്തിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും ഉയർന്നിരിക്കുന്ന ആൾ താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ട ആൾ അവൻ ധനം സമ്പാദിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ജാതിക്കാരനെതിരായിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അതിപ്പോൾ ഇതിവിടെ വരണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബൈബിളിൻ്റെ അകത്ത് കൊലോസ്യലേഖനത്തിൽ യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിലൊരു യജമാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടിമകളോട് അല്ലെങ്കിൽ വേലക്കാരോട് എന്ത് ചെയ്യണം? നീതിയും സമത്വവും കാണിപ്പീൻ. ഇപ്പോൾ ഏതാ നല്ലത്? സനാതനധർമ്മത്തിൻ്റെ ഈ ഒരു ആചാരത്തിലേക്ക് ആൾക്കാരെ തിരിച്ചു മടക്കിക്കൊണ്ടുപോകുന്നതാണോ നല്ലത്? അതോ ഏത് അടിമയോടും അല്ലെങ്കിൽ ഏത് മനുഷ്യനോടും മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ നമുക്കൊരു യജമാനുണ്ട്, ആ യജമാനൻ നിന്നോട് ചോദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയല്ല, ആ യജമാനൻ നിന്നോട് ചോദിക്കുമെന്നുള്ള രീതിയിൽ അവരെ പഠിപ്പിച്ചു വിടുന്നതാണോ നല്ലത്? അതോ പഴയ സനാതനധർമ്മമാണോ നല്ലത്? തീർന്നില്ല. അടുത്തതും പറയാണ് മനുസ്മൃതിയിൽ, കൂലിയോ ഭക്ഷണമോ കൊടുക്കാതെയോ ശൂദ്രനെ കൊണ്ട് ദാസ്യം ചെയ്യിക്കാം. എന്നാൽ ബ്രാഹ്മണൻ്റെ ദാസ്യത്തിനായി ബ്രഹ്മാവ് ശൂദ്രനെ സൃഷ്ടിച്ചതാണ്. പണിയെടുക്കുന്നവൻ എന്തു ചെയ്യുക? കൂലി കൊടുക്കണ്ട, അവർക്ക് ഭക്ഷണവും കൊടുക്കണ്ട. എന്തുകൊണ്ടാണ്? ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാണ്. ഭക്ഷണവും കൂലിയും കൊടുക്കാതെ ഈ ബ്രഹ്മാവ് ശൂദ്രനെ സൃഷ്ടിച്ച് വിട്ടിരിക്കുന്ന എന്തിനാ? ബ്രാഹ്മണന് വേണ്ടി അടിമവേല ചെയ്യാൻ വേണ്ടിയാണ്. ഇത് പറയുമ്പോഴത്തേനും ഇത് ഇനി നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഈ തൃപ്പൂണിത്തുറയുടെ മേഖലയിൽ പോലും ഈ സനാതനധർമ്മത്തിൻ്റെ ചരിത്രങ്ങൾ നടത്തിക്കൊണ്ടിരുന്നൊരു സംഭവമുണ്ട്. ഇത് കൊച്ചി തൃപ്പൂണിത്തുറ ചന്തയിൽ പുലയർ കയറി സാമാനങ്ങൾ വാങ്ങുകയും മറ്റും ചെയ്യുകയും ഉണ്ടായിരുന്നില്ല. ഇതിനെപ്പറ്റി കേരള 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പേജ് 276 പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. പി ഭാസ്കരനുണ്ടി എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവമാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേനും കാണുന്നത് ഈ താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ട ഈ പുലയർ എന്ന് പറയുന്ന സമൂഹത്തിന് ഒരു കാരണവശാലും തൃപ്പൂണിത്തുറയുടെ മേഖലയിൽ ചന്തയിൽ കയറി എന്ത് ചെയ്യാൻ പാടില്ല? ഓണച്ചന്തയ്ക്ക് പോലും സാധനങ്ങൾ മേടിക്കാൻ പാടില്ല. കാരണം ധാരാളം പുലയർ മേപ്പടി ചന്തയിൽ കൂടിയുണ്ടായി. കൊടുങ്ങല്ലൂർ മുതലായ പ്രദേശങ്ങളിൽ നിരത്തിന്മേൽ നടക്കാൻ പാടില്ലെന്നുള്ള ബോർഡുകളെ പറ്റി വരെ അവരറിഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വായിച്ചോളൂ, ഞാനത് പറഞ്ഞു പോവാം. ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നിരത്തിന്മേൽ കൂടെ നടക്കാൻ പോലും ഇവർക്ക് അവകാശമില്ല. എത്രത്തോളം അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കണ്ടപ്പോഴത്തേനും തിരുവിതാംകൂർ റെസിഡൻസ് അവറുകൾ ഈയിടെ പോഞ്ഞിക്കരയിൽ പോയ സംഭവം കൊച്ചി രാജ്യത്തെ നിവാസികൾ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുകയാണ്. ഞാനതൊന്ന് വായിച്ചു പോവാം. കൊച്ചി തൃപ്പൂണിത്തുറ ചന്തയിൽ പുലയർ കയറി സാമാനങ്ങൾ വാങ്ങുകയും മറ്റും ചെയ്യുകയുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ മാസത്തിലെ ഓണച്ചന്തയ്ക്ക് ഇവർക്ക് യഥേഷ്ടം എവിടെയും സഞ്ചരിക്കുന്നതിന് കച്ചവടക്കാർ അനുമതി നൽകിയിരുന്നതിനാൽ ധാരാളം പുലയർ മേപ്പടി ചന്തയിൽ കൂടുകയുണ്ടായി. കൊടുങ്ങല്ലൂർ മുതലായ പ്രദേശങ്ങളിൽ നിരത്തിന്മേൽ നടക്കാൻ പാടില്ലെന്നുള്ള ബോർഡുകളെ കൊച്ചി ഗവൺമെൻറ്റിൽ നിന്നും വെച്ചിരിക്കുന്നതിനെപ്പറ്റി കൊച്ചി തിരുവിതാംകൂർ റെസിഡൻറ്റ് അവറുകൾ ഈയിടെ പോഞ്ഞിക്കരയിൽ പോയ സമയം കൊച്ചി രാജ്യത്തെ നിവാസികളായ അനേകം തീയർ കൂടി ചെന്ന് കണ്ട് സങ്കടം പറയുണ്ടായി. ഈ സംഗതിയെപ്പറ്റി ഹർജി അയച്ചാൽ കാര്യത്തെപ്പറ്റി ആലോചിക്കാമെന്ന് സായിപ്പ് മറുപടി പറഞ്ഞു അത്രേ. ഹർജി തയ്യാറാക്കി അയക്കാൻ വേണ്ടുന്ന ശ്രമങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ നാട്ടിൽ ജീവിച്ചു പോകുന്ന മനുഷ്യർക്ക് ഇവർ പറയുന്നുണ്ടല്ലോ സായിപ്പ് വരുത്തനാണെന്ന്. ആ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ചന്തയിൽ നിന്ന് മേടിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവരാരോടാണ് അപേക്ഷിക്കുന്നത്? ഇവർ പറയുന്ന വരുത്തനായ സായിപ്പിനോട്. എന്തേ ഇവിടെ ഉള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല? ഇവർ ഈ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സനാതനം അന്ന് പൊളിയും, ഇവരുടെ പുസ്തകങ്ങളെ മാറ്റി വെക്കേണ്ടി വരും. ഇവിടെ സായിപ്പ് വന്ന് അല്ലെന്നുണ്ടെങ്കിൽ മിഷണറിമാർ വന്നിട്ട് ഇവരെ ചോദ്യം ചെയ്യുകയല്ല ചെയ്തത്, ഇവരുടെ ജീവിത രീതിയുമായിട്ട് ഇവർ മനസ്സിലാക്കി അവർക്കിതിൽ നിന്നൊരു മോചനം കൊടുത്തു. അങ്ങനെ മോചനം കൊടുക്കാൻ അവർക്ക് സാധിച്ചതിൻ്റെ കാരണം കർത്താവായ യേശു ക്രിസ്തു അവരിൽ വസിച്ചതുകൊണ്ട് മാത്രമാണ്. ഇനി ഇവർ പറയുന്നുണ്ടല്ലോ സനാതനധർമ്മം തിരിച്ചു വരണമെന്ന്. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് സ്കൂളുകളിൽ തങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ സനാതനധർമ്മം തിരിച്ചു വരാൻ വേണ്ടിയാണ് സ്വാമി വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ പഠിച്ച സ്കൂളിലെല്ലാം, ഈ കുട്ടികൾ ചെന്ന് പഠിക്കുന്ന സ്കൂളിലെല്ലാം ഇവരെന്ത് ചെയ്യണം?
സമരം നടത്തി അവരെ ഇറക്കി വിടേണ്ടി വരും. ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് പി ഭാസ്കരനുവേണ്ടി തന്നെ എഴുതിയിരിക്കുന്ന കേരളം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പേജ് 276 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തൃപ്പൂണിത്തറ ഹൈസ്കൂളിൽ തങ്ങൾക്ക് പ്രവേശനം കിട്ടണമെന്ന് ഈഴവർ കൊടുത്തിരുന്ന അപേക്ഷകൾക്ക് അത് സാധിക്കുന്നതല്ലെന്ന് ദിവാൻ മിസ്റ്റർ ബോർ മറുപടി കൊടുത്തിരിക്കുന്നതായി യോഗക്ഷേമം എന്ന പത്രത്തിൽ കാണുന്നു. കൊച്ചി സീമയിൽ അന്തിക്കാട് പ്രധാന പബ്ലിക് കുളം അശുദ്ധമാക്കി എന്ന സംഗതിക്ക് ചില വില്ലേജ് ഉദ്യോഗസ്ഥന്മാരും ഒരു ഹെഡ് കോൺസ്റ്റബിളും കൂടി ഒരു തീയനെ തടഞ്ഞു നിർത്തി ബലമായി പണം വാങ്ങി എന്ന ഹർജിക്ക് കൊച്ചി ദിവാൻജിക്ക് ഒരു ഹർജി അയച്ചിരിക്കുന്നു. ഹർജി വിചാരണയ്ക്കായി പോലീസ് ഡിവിഷൻ ഇൻസ്പെക്ടർ മിസ്റ്റർ റൈസ് സ്ഥലത്തുപോയി അന്വേഷണങ്ങൾ നടത്തുകയുണ്ടായി. ദിവാൻജി അവറുകൾക്ക് 91 കന്നി 12-ാം തീയതി അയച്ച മേപ്പടി ഹർജിക്ക് ഇതുവരെ യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ലത്രേ. എന്തായിരുന്നു വിഷയം? കുളം അശുദ്ധമാക്കി. ഒരു താഴ്ത്തപ്പെട്ട ജാതിക്കാരൻ നടന്നു പോകുന്ന സമയത്ത് അവന് ദാഹിച്ചു കഴിഞ്ഞാൽ ഒരു കുളത്തിലിറങ്ങി വെള്ളം കുടിക്കണമെങ്കിൽ എന്തായിരുന്നു? സനാതന ധർമ്മക്കാർ സമ്മതിക്കുകയല്ല. കാരണം എന്താ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ബ്രാഹ്മണൻ വന്ന് കുളിച്ച് കയറേണ്ട കുളമാണ്. അവിടേക്ക് ആരെ ഇറങ്ങാൻ പറ്റത്തില്ല? താഴ്ത്തപ്പെട്ട ജാതിക്കാരൻ പറ്റത്തില്ല. അപ്പോഴാണ് വിദേശത്തു നിന്ന് വിഷ്ണുമാർ ഇവിടെ വന്നതിനെപ്പറ്റി ഇവർ കുറ്റം പറയുന്നത്. അവരൊരു ഗ്ലാസ്സിൽ നിന്ന് അടുത്ത ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ കത്രിമേശക്കൊക്കെ ഇപ്പോൾ കപ്പാണല്ലോ വന്നിരിക്കുന്നത്. ഒരു കാലത്ത് എങ്ങനെ ആയിരുന്നു? ഒരു കപ്പിൽ നിന്ന് തന്നെയാണ് എല്ലാവരും കുടിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സാഹോദര്യം വരെ നമ്മളെ കാണിച്ചു കൊടുത്തത്. ഇവർക്കത് പറയാൻ പറ്റത്തില്ല. ഇവർക്ക് പറയാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇത്രയടി മനുഷ്യനെ മാറ്റി നിർത്തി ജീവിച്ചു പോകുന്നവർക്ക് ഒരുമിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേനും വിഷമമാണ്. കാരണം എന്താ? വെളുത്തവരും കറുത്തവരെയും അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ടവരെയായിട്ട് മാറ്റി ഇരുത്തിക്കൊണ്ട് അവരുടെ മനസ്സിനും അവരുടെ കുടുംബത്തിനും അവരുടെ ജീവിത രീതിക്കും സന്തോഷം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മാറ്റിയിരുത്താനുള്ളതല്ല, എല്ലാവരെയും ഒരുമിച്ചിരുത്താനുള്ളതാണെന്ന് പറഞ്ഞിട്ട് മിഷണറിമാർ ഭാരതത്തിലേക്ക് വരുന്നത്. ഇനി ഇവർ പറഞ്ഞല്ലോ ഈ സനാതനധർമ്മം തിരിച്ചു പറഞ്ഞ സനാതനധർമ്മമാണ് ഇവിടെ എല്ലാത്തിനും ആധികാരികമായിട്ടുള്ളതെന്ന്. സനാതനധർമ്മക്കാർ നടത്തിക്കൊണ്ടിരുന്ന സ്കൂളിൽ പോലും കുട്ടികളെ പഠിപ്പിക്കൂലായിരുന്നു. ഏത് കുട്ടികളെ? താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കൂലായിരുന്നു. കാരണം എന്താ? സനാതനധർമ്മം ഒരു ടീമിന് മാത്രം മതി. ഇവിടെ പറയുന്നത് ഈഴവരുടെ പ്രവേശനത്തിന് ആദ്യം മുതൽക്കേ തടസ്സമുണ്ടായിരുന്ന ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ ആ തടസ്സം തീർക്കുന്നതായി അറിയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതിയാകുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള പല വർത്തമാന പത്രങ്ങളിലും ഇൻ്റർ മുതലായ ഇംഗ്ലീഷ് മാസികകളിലും മറ്റും ഇതിൽ തീയർക്ക് പ്രവേശനം നൽകാതിരുന്നതിനെപ്പറ്റി ബലമായ ആക്ഷേപങ്ങൾ അടുത്ത കാലത്ത് തന്നെ നടന്നിട്ടുണ്ട്. വന്ധ്യയായ ആനി ബസൻ്റ് മദാമയെ തന്നെയും അത് സംബന്ധമായി പലരും ആക്ഷേപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണത്താൽ ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ തീയർക്ക് പ്രവേശനം അനുവദിപ്പാൻ ഗുണബുദ്ധി തോന്നിയ ഭാരവാഹികളുടെ ഉചിതതയെ ഞങ്ങൾ ഹൃദയപൂർവ്വം അതിനെപ്പറ്റി സമുദായത്തിനു വേണ്ടി ഞങ്ങൾ അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. മതം, സദാചാരം മുതലായ സംഗതികളിൽ പ്രത്യേകം ദൃഷ്ടിവെച്ച് വിദ്യാർത്ഥികളെ സാത്വികന്മാരും വാസ്തവയോഗ്യന്മാരുമാക്കി തീർക്കാനുള്ള പാവനമായ ഉദ്ദേശത്തോടെ സ്ഥാപിച്ച് സുസ്ഥിരമാവണ്ണം നടത്തിവരുന്ന ഈ സനാതനധർമ്മ വിദ്യാശാലയിൽ പ്രവേശനം അനുവദിച്ചത് ഞങ്ങളുടെ സമുദായക്കാർ വേറെയുള്ള 100 സ്കൂളിലെ പ്രവേശന ലാഭത്തിനേക്കാൾ ശ്രേയസ്കരമായി വിചാരിക്കുമെന്നും അനേക തീയ യുവാക്കന്മാർ ഈ വിദ്യാലയത്തിൽ പ്രവേശിച്ച പ്രതീക്ഷിതമായ വിധത്തിൽ അചിരേണ യോഗ്യന്മാരായി തീരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സ്കൂളിലേക്ക് പ്രവേശനം കിട്ടിയത് ആർക്കാ? ഈഴവരുടെ പ്രവേശനമാണ്. ഇപ്പോൾ ഈ സനാതനധർമ്മക്കാരിപ്പോൾ കുറേ സ്കൂൾ നടത്തുന്നുണ്ടല്ലോ, ആതുര സേവനം മറ്റുള്ളതൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഇനിയും തുടർന്ന് വരുമ്പോഴത്തേന് സനാതനധർമ്മം മടങ്ങി വരുമ്പോൾ ഈ സമുദായത്തിൽപ്പെട്ടവർ എവിടെ പോയി പഠിക്കും? നമ്മുടെ സംശയമാണ്. ഇവരെവിടെ പോയി പഠിക്കും? ഇവർ പഠിക്കാൻ എവിടെ ആയിരിക്കും ചെല്ലുന്നത്? അങ്ങനെയുള്ളപ്പോൾ പിന്നെയും മിഷണറിമാർ സ്ഥാപിച്ച സ്കൂളുകളിലേക്ക് ചെല്ലേണ്ടി വരും. ഇനി ഇവർക്ക് അമ്പലത്തിൽ കയറാൻ സാധിക്കുമായിരുന്നോ? ഇവർക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല. നായന്മാർക്ക് അമ്പലത്തിൽ കയറി മണിയടിച്ചുകൊണ്ട് ദൈവത്തെ തൊഴാൻ പോലും പ്രവേശനമില്ലായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലേക്കാണോ സനാതനം മടങ്ങി വരാൻ പറ്റുന്നത്? ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ മുഴുവനും മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവരാണ് അത് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൂടെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ അനേകരുണ്ട് ഈ ഭാരതത്തിൽ. അതിനെപ്പറ്റി പറയുന്നത് എങ്ങനെയാണ്? പി ഭാസ്കരനുണ്ടി എഴുതിയിരിക്കുന്ന കേരള 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പേജ് 279 പറയാണ്: നായന്മാർ ക്ഷേത്രത്തിൽ മണിയടിച്ചു തൊഴാൻ പാടില്ലെന്നും
അവരുടെ കയ്യിൽ പ്രസാദം കൊടുക്കാൻ പാടില്ലെന്നും നിർബന്ധമുണ്ട്. എന്നാൽ ഈയിടെ അരുക്കുറ്റിക്ക് സമീപം പൂച്ചാക്കൽ എന്ന സ്ഥലത്തുള്ള ഒരു ക്ഷേത്രത്തിൽ സ്ഥലവാസിയായ ഒരു മിസ്റ്റർ കൃഷ്ണപിള്ള കയറി ഇതിന് വിരോധമായി മണിയടിച്ചു തൊഴുകയുണ്ടായി. മാത്രമല്ല പ്രസാദം കയ്യിൽ കൊടുത്തില്ലെങ്കിൽ ബലമായി കയറി എടുക്കുമെന്ന് എംബ്രാനെ ഭയപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും മിസ്റ്റർ കൃഷ്ണപിള്ളയുടെ പേരിൽ ആ ക്ഷേത്രാധികാരികൾ കേസ് കൊടുത്തിരിക്കുന്നതായി അറിയുന്നു. സംഭവം എന്തുവാ? അവൻ വിശ്വസിക്കുന്ന ദൈവത്തിനെ കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ ചെല്ലാൻ പറ്റുകയില്ല. അവിടെ മണിയടിച്ച് ദൈവത്തെ ഉണർത്താനും പറ്റത്തില്ല. ഇനി ദൈവത്തിൻ്റെ പ്രസാദം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മേടിക്കാനും പറ്റത്തില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിനെ മണിയടിച്ച് ഉണർത്തുന്ന എവിടെയെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അവൻ സദാസമയം നമുക്കായി ജാഗരിക്കുകയാണ്. ആ സദാസമയം എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ അടുത്തേക്ക് വന്നിട്ടാണ് ഇവർ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, നിങ്ങൾ ദുർമൂർത്തികളാണ്, ഞങ്ങളുടെ സനാതനധർമ്മമാണ് ശരിയെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞങ്ങൾ കൊടുത്ത സംഭാവനകളെ ഉള്ളൂ ഈ ഭാരതത്തിൽ പറയാൻ. ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തപ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നു? അവരാ സമയത്ത് താഴ്ത്തപ്പെട്ട ജാതിക്കാരുടെ നിന്ന് പണം പിരിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആ സമയത്ത് ജീവനുള്ള ദൈവത്തെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇനി മിഷണറിമാർ വന്നപ്പോഴത്തേനും എന്തൊക്കെ ചെയ്തു എന്നുള്ളതോടെ പറഞ്ഞിട്ട് അടുത്തൊരു വിഷയത്തിലേക്ക് കയറാം. മിഷണറിമാരാണ് ആദ്യമായി വിദ്യാലയ സ്ഥാപനവും അധികൃത സംരക്ഷണവും തിരുവിതാംകൂറിൽ നടപ്പാക്കിയത്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തൽ ചെയ്തത് മിഷണറിമാരുടെ ശ്രമത്താലാണ്. ഹൈന്ദവ സമുദായത്തിൻ്റെ ദുരാചാര നിമിത്തം അവർണരെന്നും അധികൃതരെന്നും വിളിച്ചിരുന്ന പല ജാതിക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു. ചാന്നാന്മാർ, മുക്കുവൻ, പറയർ, പുലയർ തുടങ്ങിയ എല്ലാ അവർണർക്കും ഒരുപോലെ പരിഷ്കൃതമായ വിദ്യാഭ്യാസം നൽകി. മറ്റു സമുദായക്കാരോടൊപ്പം അവരെയും മിഷണറിമാർ പരിഷ്കൃതരാക്കി തീർത്തു. തിരുവിതാംകൂർ ഇന്ന് അഭിമാനിക്കുന്ന സകല സംസ്കാരങ്ങൾക്കും എന്നും അവർ ഏറെക്കുറെ മിഷണറിമാരോട് കടപ്പെട്ടവരാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തത്? നമ്മൾ കൊടുത്തെന്തുവാ? വിദ്യാലയ സ്ഥാപനം കൊടുത്തു, അതിലുള്ള സംരക്ഷണം കൊടുത്തു, അടിമക്കച്ചവടം നിർത്തൽ ചെയ്തു. ഹൈന്ദവ ദുരാചാര നിമിത്തം അവർണ ആറ് ആചാര നിമിത്തമാണ്. ഇത് നമ്മൾ പറയുന്നതല്ല കേട്ടോ, നമ്മുടെ ബൈബിളിൻ്റെ അകത്തൊന്നും എഴുതി വെച്ചിരിക്കുന്നില്ല. ഇത് കെ പങ്കജാക്ഷൻ നായർ തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അവിടെയാണ് നമ്മൾ ചെന്നിട്ട് മിഷണറിമാർ ചെന്നിട്ട് എന്ത് ചെയ്തത്? ഏതൊക്കെ ജാതിക്കാർക്കാണ് ഇവർ മാറ്റി നിർത്തിയിരുന്നവരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്തു? മറ്റു സമുദായക്കാരോടൊപ്പം അവരെയും മിഷണറിമാരെന്ത് ചെയ്തു? പരിഷ്കൃതരാക്കി കൊടുത്തു. അപ്പം നമ്മൾ ചെയ്തത് നന്മയാണോ തിന്മയാണോ? നമ്മളാണോ ദുർമൂർത്തികൾ? നമ്മളാണോ ഇവരുടെ സംസ്കാരത്തെ നശിപ്പിച്ചത്? ഇവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. എല്ലാത്തിനെയും അകറ്റി നിർത്തുക. ആ സംസ്കാരത്തെ എന്ത് ചെയ്തു? നമ്മൾ നശിപ്പിച്ചു. എന്നിട്ട് എന്താക്കി തീർത്തു? ഒരുമിച്ച് ആക്കി തീർത്തു. അപ്പോൾ ആരാണ് യഥാർത്ഥമായിട്ട് ഈ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ചതാരാ? മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ചതാരാ? ക്രൈസ്തവ മിഷണറിമാർ തന്നെയാണ്. ഇനി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ എത്രത്തോളം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നോ അത്രത്തോളം അവൾ വ്യഭിചാരിയാണെന്ന് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് ഇസ്ലാമിൻ്റെ മറ്റൊരു വേദം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത്, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, അള്ളാഹു എന്തോ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. ഇത് തന്നെ ഏകദേശം ഒരു നാണയത്തിൻ്റെ രണ്ട് വശമായിട്ടൊക്കെയാണ് പുസ്തകം വായിച്ചു വരുമ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വഴി ലഭിക്കുന്ന ഉദ്ബുദ്ധത തങ്ങളുടെ സംബന്ധ സ്വപ്നങ്ങളെ തകർക്കുമെന്ന് നമ്പൂതിരി തിരിച്ചറിയുന്നു. അതുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും സമൂഹത്തിലെ മേലാളൻ എന്ന നിലയ്ക്ക് നമ്പൂതിരിമാർക്കിടയിലും ഉണ്ടാകുന്നു. വിദ്യാഭ്യാസം എത്രോണ്ട് ഒരുത്തിക്കുണ്ടോ അത്രോണ്ട് അവൾക്ക് വ്യഭിചാരം വർദ്ധിച്ചാണ് കാണുന്നത്. സംബന്ധക്കാരന് ഒരു പുല്ലോളം കൂട്ടാക്കില്ല. നമ്പൂതിരിയുടെ അവിഹിത ബന്ധങ്ങൾക്ക് വഴങ്ങാതിരിക്കുന്നതാണ് ഇവിടെ വ്യഭിചാരം. സനാതനധർമ്മകാലത്തുള്ള സംഭവമാണ് കേട്ടോ. കാരണം എന്താ? നമ്പൂതിരിയും ബാക്കിയുള്ളവരുമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ വിദ്യാഭ്യാസം എത്ര ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പഴയ ലിപിയാണ്. അത് അങ്ങനെയാണ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ഇവിടെ പറയുന്നത് സംബന്ധക്കാരന് ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന്. കാരണം എന്താ? ആ പെൺകുട്ടി വിദ്യാഭ്യാസം ചെയ്തു, അവൾക്ക് അറിവ് നേടി. സംബന്ധക്കാരനല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഏക ഭർത്താവിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണം, എൻ്റെ ഭർത്താവ് ഒരു സംബന്ധക്കാരനായിട്ട് ജീവിക്കേണ്ടവനല്ലാന്ന് വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ, അറിവ് കിട്ടിയപ്പോൾ ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ബോധ്യമായി. അതിൻ്റെ ദേഷ്യം വന്നപ്പോഴാണ് പറയുന്നത് അവർ വിദ്യാഭ്യാസം കൂടുന്തോറും അവരാരായിത്തീരുന്നു? വ്യഭിചാരിയായിത്തീരുന്നു. ഈ നമ്മുടെ
മാറുമറക്കൽ സമരമായിട്ട് പോയപ്പോഴത്തേനും അതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നത് മാറുമറക്കാൻ ഞങ്ങൾ വേശികളല്ല എന്നാണ് പറഞ്ഞത്. എന്തുവാ, മിഷണറി ജാക്കറ്റ് കൊണ്ടുപോയി കൊടുത്തപ്പോഴത്തേനും അവിടുത്തെ സ്ത്രീകൾ വിളിച്ച മുദ്രാവാക്യമാണ് മാറുമറക്കാൻ ഞങ്ങൾ വേശികളല്ല. അതിപ്പോൾ ഇപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാവരും മാറുമറക്കുന്നുണ്ട്. അപ്പോൾ അവരാരായി? ചരിത്രം ഞാൻ പറഞ്ഞല്ല, നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് വരുമ്പോഴത്തേനുള്ള വിഷയം ഇതാണ്. ഈ പുസ്തകത്തിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? വിദ്യാഭ്യാസം കൂടുതൽ. ആരിപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ളവർ ആരും ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് എവിടെ ഇരിപ്പില്ല. അങ്ങനെ അവർ വിദ്യാഭ്യാസത്തിന് ഇരിപ്പുണ്ടെങ്കിൽ നമ്പൂതിരിമാരുടെ വാക്കനുസരിച്ച് ഈ സ്ത്രീകൾ ആരായി? ഞാൻ പറഞ്ഞല്ല, അവരുടെ ഭാഷയിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കതാണ് കിട്ടുന്നത്. ഇനി ഈ ഒരു ഭാഗം എല്ലാ സ്ഥലത്തും ഞങ്ങൾ പറയുന്നതാണ്. കാരണം അത്രത്തോളം താഴ്ത്തപ്പെട്ട് കിടന്ന മനുഷ്യൻ്റെ ഉള്ളിലേക്ക് സ്നേഹത്തിൻ്റെ ഒരു കരുണയുടെ വാക്ക് ചെന്നത് മിഷണന്മാരുടെ വായിൽ നിന്നാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇപ്രകാരം മഹത്തരവും അഭിലഷണീയവുമായ മാറ്റം കൊണ്ടുവന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ പ്രേരണ എന്തെന്ന് അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ ദൈവത്തിന് വിധേയപ്പെട്ട് ഞങ്ങൾ പറയട്ടെ, ഈ രാജ്യത്തെ ഹിന്ദുക്കളും സുറിയാനികളും നിങ്ങളോട് പറയും അത് മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ടാണെന്ന്. തീർച്ചയായും അവർ പറയുന്നത് ശരിയാണ്. ഈ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന മനുഷ്യരെ ആദ്യം തേടിയെത്തിയത് മിഷണറിമാരാണ്. അതെ, ഈ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തന്നെ അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരോട് സംസാരിച്ചത് മിഷണറിമാരാണ്. സ്നേഹത്തിൻ്റെ ആദ്യ വാക്ക്, കരുണയുടെ സ്വരം ആദ്യം അവരുടെ ചെവിയിൽ പതിച്ചത് മിഷണറിമാരുടെ ചുണ്ടുകളിൽ നിന്നാണ്. അവരിത് പറയണമെന്നുണ്ടെങ്കിൽ, അവരുടെ നെഞ്ചിൽ തൊട്ട് ഇത് പറയണമെന്നുണ്ടെങ്കിൽ അവരിത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്രത്തോളം താഴ്ത്തപ്പെട്ട് നരകത്തിൻ്റെ അല്ലെങ്കിൽ നാശത്തിൻ്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ സ്നേഹത്തിൻ്റെ സംസാരം അവരുടെ ചെവികളിലെത്തിയത് മിഷണന്മാരുടെ ചുണ്ടിൽ നിന്നാണ്. അതെങ്ങനെ അവർക്ക് കിട്ടി? മിഷണന്മാർക്ക് സ്നേഹനിധിയായ യേശു ക്രിസ്തു അവരുടെ ഉള്ളിൽ വസിച്ചതുകൊണ്ട് മാത്രമാണ്. ആ യേശുവിനെ അവർ സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ്. യേശുവിനെ സ്വീകരിക്കാതെ അല്ലെങ്കിൽ യേശുവിൻ്റെ പിൻഗാമികളായിട്ട് ജീവിക്കാതെ ഇങ്ങനെ താഴ്ത്തപ്പെട്ടു പോയ ഒരു മനുഷ്യനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് സാധ്യമല്ല. കാരണം കളഞ്ഞുപോയ അല്ലെങ്കിൽ കാണാതെ പോയ ആടുകളെ തിരക്കി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് വന്നതുപോലെ അവരുടെ ഇടയിലേക്ക് ചെല്ലുവാൻ മിഷണറിമാർക്കൊരു പ്രചോദനമായത് ആ യേശു ക്രിസ്തുവിനെ അവർ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒറ്റ കാരണമാണ്. എന്താ ഇവർക്കാർക്കും ഒരു കരുണയുടെ സംസാരിക്കാൻ പറ്റാഞ്ഞത്? അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ചുണ്ടുകളിൽ നിന്ന് ഒരു സ്നേഹത്തിൻ്റെ ഒരു ലാളനയുടെ അല്ലെങ്കിൽ ഒരു ചേർത്ത് നിർത്താനുള്ള ഒരു മാർഗ്ഗം അവരുടെ ഉള്ളിലേക്ക് ചെല്ലാതിരുന്നതിൻ്റെ കാരണം എന്താ? അവർക്കെന്നും അടിമകളായിട്ട് തന്നെ നിൽക്കണമായിരുന്നു. പക്ഷേ എന്നാൽ അടിമകളെ മാറ്റി ദൈവ മക്കളാക്കി തീർത്ത ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഇവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവരുടെ വായിൽ നിന്ന് എന്തായിരിക്കും പറയേണ്ടത്? സ്നേഹത്തിൻ്റെ സംസാരം തന്നെയാണ്, കാരുണ്യത്തിൻ്റെ സംസാരം തന്നെയാണ്. അവിടെയാണ് ഈ ഒരു വിഷയത്തിൻ്റെ ഭാഗം തീരുന്നത്. ഇനി അടുത്തത് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. രണ്ടാമത്തെ ആരോപണം എന്ത്? 10% കൊടുത്തിട്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. കാരണം ഇവർക്ക് സ്വർഗ്ഗമില്ല എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. ഇനി ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതെന്ത് കൊടുത്താലാണ് ഇവർക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റുന്നത് എന്നുള്ളതും, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ചെന്നാൽ ഇവർക്ക് എന്ത് കിട്ടും എന്നുള്ളതുമാണ്. ഇതിനകത്ത് പല വാക്കുകളും ഞാൻ പറയുമ്പോൾ എൻ്റെ വാക്കല്ല, അത് ആദ്യമേ തന്നെ പറയാണ്. പല വാക്കുകളും പറയുമ്പോൾ അത് എൻ്റെ വാക്കല്ല, അവരുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ കൊണ്ടുവന്ന ഒരു വാക്കുമല്ല. കാരണം റെഫറൻസുകൾ സഹിതമാണ് കാണിക്കുന്നത്. എൻ്റെ വാക്കല്ല എന്ന് ആദ്യമേ പറയുന്നു. അവരുടെ പുസ്തകം അങ്ങനെ തന്നെ വായിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഇത് അഗ്നിപുരാണം പേജ് 557 അവിടെ പറയാണ്, 1000 പശുക്കളെ ദാനം ചെയ്യുന്നവൻ സുവർണമയമായ മാളികകളും വാസ്തുധാരകളും നിറഞ്ഞതും ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളും വസിക്കുന്നതുമായ ലോകത്തിലെത്തും. 100 പശുക്കളെ ദാനം ചെയ്യുന്നവൻ നരകാവരണത്തിൽ നിന്നും കരകയറും. വത്സരിയെ എന്നുവെച്ചാൽ കുടിവറ്റിയ പശുക്കുട്ടിയെ ദാനം ചെയ്യുന്നവൻ സ്വർഗ്ഗലോകത്തിൽ മാനിക്കപ്പെടും. ഗോദാനത്താൽ ആയുസ്സും ആരോഗ്യവും സൗഭാഗ്യവും സ്വർഗവും നേടാൻ കഴിയുന്നു. മെച്ചവേദ പുള്ളി പറഞ്ഞതാണോ ഇതാണോ? അങ്ങനെ നോക്കുകയാണെങ്കിലും 10% വിഷയമുള്ളൂ. ഇതാർക്ക് കൊടുക്കണം? ഇത് 1000 പശുക്കൾ എന്ത് ചെയ്യണം? ദാനം ചെയ്യണം. പിന്നെന്താണ്? അവിടെ ഇത് ദാനം ചെയ്ത് കഴിഞ്ഞാൽ ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളുമുള്ള ആ ലോകത്തിലേക്ക് ഇവരെത്തിയാണ്. 100 പശുക്കളെ ദാനം ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? നരകാവരണത്തിൽ നിന്നും കരകയറും. കുടിവറ്റിയ പശുക്കുട്ടിയെ കൊടുത്ത് ദാനം ചെയ്യുന്നവനും സ്വർഗ്ഗലോകത്തിൽ മാനിക്കപ്പെടും. ഈ സംഭവമുള്ള ആളാണ് 10% കാര്യം പറയുന്നത് നമ്മുടെ നേരെ ആരോപണമായിട്ട് വരുന്നത്. അങ്ങനെയുണ്ട്. ഇനി സ്വാമി തീർന്നില്ല, സ്വാമിക്ക് ഇനിയുണ്ട്. സ്വാമി എന്തൊക്കെയുള്ള അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നത്. ഇനി അടുത്തത് അഗ്നിപുരാണം പേജ് 557
വൃക്ഷത്തെ ദാനം ചെയ്താൽ സ്വർഗപ്രാപ്തി ഉണ്ടാകും. വൃക്ഷദാനങ്ങൾ പലതുള്ളതിൽ ഒന്നാണ് സംയുക്ത ഫലപന്തിദാനം. അത് സർവഫലപ്രദമാകുന്നു. 10 ഫലകങ്ങൾ എന്ന് വെച്ചാൽ കരികൾ ചേർന്നാൽ ഒരു സംയുക്ത ഫലപന്തിയാകും. ഈ ഫലകങ്ങൾ ഓരോന്നും മരം കൊണ്ട് നിർമ്മിച്ചവയും വൃക്ഷത്തെ ചേർത്ത് കെട്ടിയവയുമായിരിക്കണം. കാളകളുടെ കഴുത്തിൽ ഫലകങ്ങൾ കെട്ടിയത് സ്വർണ്ണപ്പട്ട കൊണ്ടാകണം. ഇപ്രകാരം ഫലത്തിൽ ബന്ധിച്ച കാളകളെ ദാനം ചെയ്യുന്നവൻ സ്വർഗത്തിൽ മാനിക്കപ്പെടും. തീർന്നില്ലേ? കാള കൊടുത്താൽ മതി, സ്വർഗത്തിൽ പോവാം. 10% കൊടുത്ത് സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും പുള്ളിക്ക് ഏറ്റവും പ്രയോജനം എന്തുവാ? കാളയെ കൊടുത്ത് സ്വർഗത്തിൽ പോവാം. ഇനി അടുത്തത്, സ്വന്തം പ്രതിമ സ്വർണം കൊണ്ട് നിർമ്മിച്ച് അത് ദാനം ചെയ്താൽ സ്വർഗം ലഭിക്കും. സ്വാമിക്ക് കിട്ടാൻ പോകുന്നതാണ്. സ്വാമി സ്വന്തമായിട്ടൊരു സ്വാമിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് സ്വർണ്ണത്തിൽ ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊടുത്താൽ മതി. സ്വാമിക്ക് സ്വർഗം ലഭിക്കും. വിസ്തൃതമായ ഗൃഹം നിർമ്മിച്ച് ദാനം ചെയ്ത് ഭുക്തവും മുക്തിയും തേടാവുന്നതാണ്. ഗൃഹമോ മഠമോ സഭയോ പ്രതിശയമോ എന്നുവെച്ചാൽ ആശ്രയസ്ഥാനമോ ദാനം ചെയ്താലും സ്വർഗം ലഭിക്കും. ഗോശാല നിർമ്മിച്ച് ദാനം ചെയ്യുന്നവൻ പാപമകന്ന് സ്വർഗം പ്രവേശിക്കും. മഹിഷ ദാനം എന്ന് വെച്ചാൽ മഹിഷാടൂരനായ യമൻ്റെ പ്രതിമ നിർമ്മിച്ച് ദാനം ചെയ്തവൻ പാപരഹിതനായിട്ട് എന്തു ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും. ഏതാ എളുപ്പം? 10% കൊടുക്കുന്നതാണോ അതോ ഈ ഗോശാല നിർമ്മിച്ച് കൊടുക്കാൻ പോകുന്നതാണോ? ഇതാണ് കർമ്മത്തിലൂടെ അവിടെ പോകാൻ പോവാ സ്വർഗത്തിലേക്ക്. ഇനി അടുത്തത്, സസ്യഭൂയിഷ്ടമായ കർവടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർവ്വത പ്രദേശം, ഖേടകം, ഉപഗ്രാമം, ഗ്രാമം എന്നിവയോ 100 നിവർത്തനമോ അതിൽ പകുതിയോ വിസ്തൃതിയിൽ നിർമ്മിച്ച ഗൃഹാദികളോ ഗോചർമ്മ വിസ്തൃതിയുള്ള ഭൂമിയോ ദാനം ചെയ്യുന്നവൻ സകലതും നേടുന്നു. ജലത്തിൽ വീണ തൈലബിന്ദു എന്ന പോലെ എല്ലാ ദാനങ്ങളുടെയും ഫലം ഒരു ജന്മം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. സ്വർണം, ഭൂമി, കന്യക ഇവയുടെ ദാനം 7 ജന്മങ്ങളിലും കടന്നു ചെല്ലുന്നു. കന്യാദാനം ചെയ്യുന്നവൻ 21 തലമുറകളെയും ഉദ്ധരിച്ചുകൊണ്ട് ബ്രഹ്മലോകത്തെത്തുന്നു. ഇവിടെ കൊടുക്കേണ്ടത് സ്വർണം കൊടുക്കാം, ഭൂമി കൊടുക്കാം, പെണ്ണിനെ കൊടുക്കാം, എന്നിട്ടാണ് സ്വാമി സ്വർഗത്തിൽ പോകാൻ നിൽക്കുന്നത്. അങ്ങനെയുണ്ട്. ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. 10% പറഞ്ഞതിലാണ് 10%. അതെവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? 10% കൊടുത്തു കഴിഞ്ഞാൽ കയറി പോകാമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പോൾ സ്വാമിക്ക് കിട്ടിയ ഏതോ സനാതന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ സംഭവമാണ്. സ്വാമി കിട്ടിയ പാടെ അടിച്ചങ്ങ് വിട്ടു. ഇത് സ്വാമി വായിച്ചിട്ടില്ലായിരിക്കും. കാരണം ഈ സനാതന വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കകത്തൂടെ ഇങ്ങനെ തലകൊഞ്ഞ് പോകുന്ന സമയത്ത് പുള്ളി ഈ പുരാണങ്ങളൊന്നും വായിക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ മനുസ്മൃതികൾ വായിക്കാൻ വിട്ടുപോയി. കാരണം വെറുതെ ഇരുന്ന് അങ്ങ് പറഞ്ഞു പോയാൽ മതിയല്ലോ. ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണം, ഭൂമി, കന്യക ഇവയുടെ ദാനം 7 ജന്മങ്ങളും കടന്നു. കന്യാദാനം ചെയ്യുന്നവൻ എത്ര? 21 തലമുറകളെ ഉദ്ധരിച്ചുകൊണ്ട് എവിടെ എത്തുക? എത്തുക. തീർന്നില്ല. ഗജത്തെ ദക്ഷിണയോടുകൂടി നൽകുന്നവൻ നിർമ്മലനായി സ്വർഗം പോകുന്നു. അശ്വദാനം ചെയ്യുന്നവൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേടി സ്വർഗം പ്രാപിക്കുകയും ചെയ്യുന്നു. ബ്രാഹ്മണന് ദാസിയെ ദാനം ചെയ്യുന്നവൻ അപ്സരസുകളുടെ ലോകത്തെത്തുന്നു. ആർക്ക് കൊടുക്കണം? ബ്രാഹ്മണന് കൊടുക്കണം. ബ്രാഹ്മണന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെത്തി? ഇതാണ് ഇവർക്കൊക്കെ മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് സനാതനധർമ്മം വരുന്നത്. കാരണം ഏതെങ്കിലും ഒരു ദാനത്തിന് അങ്ങോട്ട് കൊടുത്താൽ മതി, സ്വർഗം കിട്ടുമല്ലോ. എങ്ങനെയുണ്ട്? ഈ സംഭവത്തെ മറച്ചു വെച്ചിട്ടാണ് ഈ മുസ്ലിങ്ങൾ വന്ന് നമ്മളോട് സംസാരിക്കുന്ന പോലെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്താ ഉള്ളത്? നിങ്ങൾക്ക് സ്വർഗത്തിലൊന്നുമില്ല. ഞങ്ങൾക്കൊന്നും ഇല്ലാന്നേ. ഞങ്ങൾക്ക് സ്വർഗത്തിലുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നും ഞങ്ങൾക്ക് കിട്ടുകയില്ല. നിങ്ങളതിനു വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന പോലെ ഞങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്നില്ല. അവിടെ 10,27,000 ഭാര്യമാരൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇതേപോലെ ഇഷ്ടംപോലെ അപ്സരസുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ വരുന്നില്ലാന്നേ. ഞങ്ങൾ പക്ഷെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച സ്വർഗീയ നാഥൻ അവിടെ ഉണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ ഇരുന്നോളാന്ന്. ഒരു കാര്യവും വേണ്ട. ഞങ്ങൾക്ക് മദ്യപ്പുഴയും വേണ്ട, അപ്സരസും വേണ്ട, ഒരു സംഭവമില്ല. ഞങ്ങൾ ഒരു സാധനവും ദാനവും കൊടുക്കുന്നില്ല. ഇങ്ങനെ സ്ത്രീകളെ കൊടുത്ത് കിട്ടുന്ന ഒരു സ്വർഗം ഞങ്ങൾക്ക് വേണ്ടാന്നേ. ആ ഒരു സ്വർഗം ഇല്ലാതെ ജീവനുള്ള ദൈവം വസിക്കുന്ന സ്വർഗത്തിലേക്ക് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾക്കുള്ളത്. ഇത് വെറുതെ കിടന്നുകൊണ്ട് വന്നിട്ട് സംസാരിക്കുമ്പോഴത്തേനും പറയുമോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേകതയുണ്ട്. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരു പ്രത്യേകത. ഒരു സ്വാമി 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ നിന്ന് പ്രസംഗിക്കുന്ന സംഭവങ്ങൾ 5 മിനിറ്റ് 7 മിനിറ്റും 2 മിനിറ്റും ഒക്കെ കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ അവർക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ കറങ്ങിത്തന്നത്. അവരുടെ ധാരണ ഇത് ഹിന്ദുക്കളുടെ മാത്രം എത്തണത്. ഈ സാധനം ജൂതം കണ്ടുപിടിച്ചാൽ എല്ലാവരുടെയിലും എത്താൻ വേണ്ടിയാണ്. അതിവർ മറന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുക. അത് മറ്റൊരു വശം. അപ്പോഴാണ് ബൈബിളിൻ്റെ അകത്ത് പറയുന്നത്,
കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. പിന്നെ 1 പത്രോസ് 1:18-19 പറയാണ്, വ്യർത്ഥവും പ്രതിപാരമ്പ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഇതെന്താ സംഭവം? നമ്മൾ 10% കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നതിനെ പറ്റി പറയുകയാണ്. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുകയാണ്, നീ എന്ത് പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി പൊന്നല്ല വെള്ളിയല്ല, ചുറ്റും നടന്ന് ഇഷ്ടിക തലയെ വെച്ചിട്ട് നീ എന്ത് കർമ്മം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടെത്താൻ സാധിക്കില്ല. ഇനി എബ്രായ ലേഖനത്തിൽ പറഞ്ഞ കാളകളുടെ ആറ്റുകൊട്ടന്മാരുടെ രക്തത്തിന് പാവങ്ങളെ നിൽക്കാൻ കഴിയുന്നതല്ല. അപ്പുറത്ത് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെല്ലാം, സ്വർഗത്തിൽ ചെല്ലാം. കാളേനെ കൊടുത്താൽ മതി, കന്യകനെ കൊടുത്താൽ മതി, പശുവിനെ കൊടുത്താൽ മതി, പശുവിന് വസിക്കാനുള്ള വീടുണ്ടാക്കി കൊടുത്താൽ മതി. ഇതിലൂടെ ഒന്നും നമുക്കവിടെ എത്താൻ പറ്റുകയില്ല. പക്ഷേ ഇവർക്ക് ചെല്ലാൻ പറ്റുമോ? അവിടെയും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഓരോരുത്തർക്കും കാറ്റഗറി തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നുള്ളത് നോക്കിയിട്ട് ഈ വിഷയം നിർത്തുകയാണ്. അല്ലയോ ശ്രേഷ്ഠ ബ്രാഹ്മണരെ, ഇപ്രകാരം ഈ പുണ്യതീർത്ഥത്തിൽ നല്ലപോലെ കുളിച്ച് അതിൻ്റെ തീരത്ത് വിധിയാമണ്ണ നാരായണനെയും രാമനെയും കൃഷ്ണനെയും സുഭദ്രയും സാഗരത്തെയും ആരാധിക്കുന്നവന് 100 അശ്വമേധത്തിൻ്റെ ഫലം നേടാനാവും. അയാൾ സർവ്വപാപങ്ങളിൽ നിന്നും മോചിതനായി സകല ദുരിതങ്ങളിൽ നിന്നും മുക്തനായി ദേവന്മാരെ പോലെ ഐശ്വര്യത്തോടുകൂടി സൗന്ദര്യത്താലും യൗവനത്താലും അഭിമാനിക്കുന്നവനായി 21 തലമുറകളെ ഉദ്ധരിച്ചുകൊണ്ട് സൂര്യ തേജസ്സോടും പ്രഭയോടും കൂടിയ വിമാനത്തിലേറി ഗന്ധർവഗണത്താൽ സ്രാട്ടുകൊണ്ട് വിഷ്ണു ലോകത്തെ പ്രാപിക്കുന്നു. 100 മന്വന്തരമോ അതിലധികമോ കാലം അവിടെ എങ്ങനെ ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത്? ജരാമരണവർജനായി അപ്സരസ്സുകളുമായി രമിച്ച് സകല സുഖഭോഗങ്ങളും അനുഭവിച്ച് പുണ്യം ക്ഷയിക്കുമ്പോൾ ഇവിടെ ഭൂമിയിൽ സകല ഗുണങ്ങളും തികഞ്ഞ ശ്രേഷ്ഠവംശത്തിൽ ജനിച്ച് സുന്ദരനും സുഭകനും ഐശ്വര്യമുള്ളവനുമായി സത്യസന്ധതയോടെ ഇന്ദ്രിയങ്ങൾക്ക് വശംവദനാകാതെ വേദശാസ്ത്ര പണ്ഡിതനായ യാഗാകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വൈഷ്ണവ ബ്രാഹ്മണനായി ജനിക്കും. വൈഷ്ണവയോഗം അനുഷ്ഠിച്ച് മോക്ഷവും കൈവരിക്കും. എന്താ സംഭവം? ഇതാർക്കാ ഉള്ളത്? ബ്രാഹ്മണനാ ഉള്ളത്. വേറെ ആർക്കും അങ്ങോട്ട് പ്രയോജനമില്ല. ഇവിടെ യവനില്ല, യഹൂദനില്ല, എല്ലാവരും എവിടാണ്? ക്രിസ്തുവിൽ ഒന്നാണ്. അവിടെ കാറ്റഗറി തിരിച്ചാണോ? അവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് കിടക്കുന്ന യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നമ്മൾ മരിച്ച് ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ ശരീരത്തോടുകൂടിയാണ് ചെല്ലുന്നത്. ഇവിടെ എത്ര വർഷമാണ്? 100 മന്വന്തരം. അവിടെ എന്തായി തീരും? അവന് ജരാമരണമൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ഇവിടെയും മരണമുണ്ട്, അവിടെ ചെല്ലുമ്പോഴത്തേനും മരണമില്ല. പിന്നെ ഇദ്ദേഹം നേരെ തിരിച്ചങ്ങോട്ട് വരിക, ഭൂമിയിലേക്ക് വരാം. ഇവിടെ വന്നിട്ട് പിന്നെ എന്താകാം? പിന്നെയും ജനിച്ച് സുന്ദരനായിട്ട് സുഭകനായിട്ട് ആർക്ക് ജീവിക്കാം? ബ്രാഹ്മണന് ജീവിക്കാം. അപ്പോൾ ഈ ബ്രാഹ്മണന് ഈ ചില സമുദായങ്ങൾ തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ സമുദായം തീർന്നു പോയി കഴിഞ്ഞാലോ? ചില ജാതി താഴ്ത്തപ്പെട്ട ജാതികൾ ഇപ്പോൾ നമ്മൾ കണക്കും പ്രകാരം നോക്കുകയാണെങ്കിൽ പല ജാതികളും ഇപ്പോൾ എന്താ എണ്ണത്തിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രാഹ്മണന്മാരും എണ്ണത്തിൽ ഇപ്പോൾ എന്തായിക്കൊണ്ടിരിക്കുക? വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇവരുടെ വിശ്വാസം അനുസരിച്ച് എന്തായിരിക്കും? നമ്മുടെ ഒരു സംശയമാണ്. പിന്നെ ഈ ബ്രാഹ്മണന്മാർ ജനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വർഗത്തിൽ പോയിട്ട് മരിക്കാതെ പിന്നെയും തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അന്നേരം ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത്? മരണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജീവിതമുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ ഒരു ജീവിതമുണ്ട്, പുനർ അവതാരം ചെയ്യുന്നുണ്ട്. അപ്പം മനുഷ്യൻ നരൻ നാരിയാവുന്നു, പട്ടി പൂച്ചയാവുന്നു. ഇതിങ്ങനെ പോയി അവസാനം ഒരു വെളിച്ചത്തിന് വേണ്ടി ഇവർ അന്വേഷിച്ച് നടക്കുന്നു. ആ വെളിച്ചം അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം വർഷാവർഷം ഒരു വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും? ശ്രാദ്ധം ഉണ്ണാൻ വരികയും ചെയ്യും. ആ സമയത്ത് വീട്ടുകാർ പേടിക്കുകയും ചെയ്യും. മരിച്ചുപോയ ആൾ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ചോറ് തരാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കാരണം ഇവരാണല്ലോ ചോറ് വിളമ്പി വെച്ചിരിക്കുന്നത്. ആ ഒരു ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് പിന്നെയും മനുഷ്യരെ തിരിച്ചു കൊണ്ടുപോകാൻ. കാരണം ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന പലരുടെയും പിന്നാലെ ഇവരെ യാത്ര ചെയ്യുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം എനിക്ക് ആദ്യത്തെ മെസ്സേജ് വന്നത് ഇസ്കോണിൻ്റെ അകത്തുനിന്നാണ് ബർത്ത്ഡേ ആശംസ വന്നത്. അപ്പം ഞാൻ വിചാരിക്കും, ഇത് എവിടുന്നാണ് എൻ്റെ ഈ ബർത്ത്ഡേ എങ്ങനെ ഇവർക്ക് കിട്ടി? അവരെനിക്ക് അയച്ചിരിക്കുകയാണ്. ഇസ്കോണുമായിട്ട് നമ്മുടെ ജെറുവേറൊക്കെ ഹൈദരാബാദിൽ വെച്ച് ഡിബേറ്റ് നടത്തിക്കൊണ്ട് അതിൻ്റെ കിടപ്പുണ്ട്. നമ്മളെ എല്ലാവരെയും അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നിരീക്ഷണം എന്തുവാ?
നമ്മുടെ നിരീക്ഷണം ഒന്നുമില്ല. നമ്മൾ പറയുന്നത് അവർക്കെതിരെ സംസാരിക്കരുത്, അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഞങ്ങൾ മറുപടി കൊടുക്കുമ്പോഴത്തേനും അവർ നമുക്ക് നേരെ എന്ത് ചെയ്യുക, നമ്മുടെ കൂട്ടർ പറയും അവരുടെ കൂട്ടത്തിൽ കൂടാൻ പാടില്ല. പക്ഷെ ഇത് മറുപടി കൊടുത്തെങ്കിൽ മാത്രമേ ഇവരുടെ കുറേ കാര്യങ്ങളെങ്കിലും പുറത്തേക്ക് വരത്തുള്ളൂ. ഇനി അടുത്തത്, ലോകാരാധ്യമായ ആ വൈഷ്ണവപുരത്തിൽ ജനങ്ങൾ ദിവ്യമായ ആകാശത്തേരിലാണ് സഞ്ചരിക്കുന്നത്. ഇഷ്ടം പോലെ ചലിക്കുവാൻ കഴിയുന്ന ആ തേരുകൾ പലവിധ രത്നങ്ങളാലും പരിശുദ്ധ സ്വർണത്താലും അലങ്കൃതമാണ്. ദിവ്യഗന്ധർവനാദത്തെ ധ്വനിപ്പിക്കുന്നതും മധ്യാഹ്ന സൂര്യനെ പോലെ ജ്വലിക്കുന്നവയും അപ്സരസ്സുകളാൽ അലങ്കരിക്കപ്പെട്ടതും നാനാഭോഗങ്ങളോടും സ്വർണം കൊണ്ടുള്ള ശയ്യകളോടും ഇരിപ്പിടങ്ങളോടും ആകാശം മുട്ടെ പാറിപ്പറക്ക കൊടികളോടും കൂടിയ ഈ തേരുകളിൽ മുത്തുമാലകളും തൂക്കിയിട്ടിട്ടുണ്ട്. പല വർണ്ണത്തിലുള്ള സ്വർണ്ണവരത്തോടു കൂടിയതും പല വിധത്തിലുള്ള പുഷ്പങ്ങളുടെ സുഗന്ധത്താൽ ശ്രേഷ്ഠവും ചന്ദനം, അകിൽ എന്നിവയാൽ ഭൂഷിതങ്ങളും സുഖപ്രദമായ ചലനങ്ങൾക്ക് യോഗ്യമായവയും സംഗീതവാദ്യങ്ങളുടെ ശബ്ദത്തെ പ്രതിധ്വനിപ്പിക്കുകയും കാറ്റിനും മനസ്സിനുമൊത്ത വേഗതയോടും കൂടിയവയും മണിക്കുലകൾ കെട്ടിത്തൂക്കിയതുമായ ആ തേരുകളുടെ സൗന്ദര്യം വർണ്ണനാതീതമാണ്. ഇത് സ്വർഗത്തിലേക്ക് ഒരാൾ പോകുമ്പോൾ കിട്ടുന്ന സംഭവമാണ്. അതാണ് നമ്മുടെ ചോദ്യം. ഇത്രയും സംഭവം അവിടെ കിട്ടിയിട്ടും അവർ രണ്ടാമത് വന്ന് പിന്നെയും ജനിക്കുന്നത് എന്താണ്? അതാണ് നമ്മുടെ സംശയം. ഇത്രയും സംഭവം അവിടെ കിട്ടുകയല്ലേ. മോക്ഷം പ്രാപിച്ചിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത്. അത് ആദ്യമേ മോക്ഷം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. മോക്ഷം പ്രാപിച്ച് പാപം മാറ്റാനുള്ളതിനെപ്പറ്റി ആദ്യത്തെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം കാളെ കൊടുത്താൽ മതി, സ്വർഗത്തിൽ ചെല്ലാൻ വേണ്ടി കന്യകേനെ കൊടുത്താൽ മതി, രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതാണ് വടക്കേന്ത്യയിൽ എല്ലാ ഇതിൽപ്പെട്ടവരും സനാതനധർമ്മികളും ഓടിച്ചെല്ലുന്ന എന്താ, പശുവിനെ ഏതെങ്കിലും ലോറിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. കാരണം ഗോവിനെ സംരക്ഷിച്ചാൽ മതി. ഇപ്പോൾ പൂച്ചേനെ വണ്ടി ഇടിച്ച് റോഡിൽ കിടക്കുകയാണെങ്കിൽ ആദ്യമേ ഒന്ന് വെള്ളം കൊടുക്കുന്ന മുസ്ലിമാണ്. കാരണം എന്താ, ആ പൂച്ചയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേര് പുള്ളി അവിടെ ചെല്ലുമ്പോൾ ജന്നത്തിൻ്റെ അരികിൽ ചെല്ലുമ്പോൾ പൂച്ച ഇവന് വേണ്ടി സാക്ഷ്യം പറയും. ഞാനവിടെ വണ്ടി ഇടിച്ച് കിടന്നപ്പോഴത്തേനും പൂച്ചയ്ക്ക് എനിക്ക് വെള്ളം തന്നെയാണ്, സുക്കൂറിനെ കയറ്റി വിട്ടോളാൻ പറയും. ഇതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ. കാരണം പശു തളർന്ന് കിടക്കുകയാണെന്നെ പശുവിനെ സംരക്ഷിച്ചാൽ മതി. അപ്പോൾ പറയും ഈ ഗോപാലൻ എന്നെ സംരക്ഷിച്ചാണ് കയറ്റി വിടാൻ ആര് പറയും? ഇതാണ് വിഷയം. ഇവിടെ രക്ഷ വ്യക്തിപരമാണെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുക. ഞാൻ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബക്കാരെ മുഴുവനോട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ദൈവത്തിൻ്റെ പദ്ധതി വേറെയാണ്. ദൈവത്തിൻ്റെ തീരുമാനം വിശുദ്ധ വേദപുസ്തകത്തിൽ വേറെ വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പുസ്തകത്തിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാം സ്വാമിയോട് എനിക്ക് പറയാനുള്ള, സ്വാമി ഇങ്ങനെയൊക്കെ ഒരു പറയാൻ അവസരങ്ങൾ തന്നതിന് സ്വാമിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുക. അല്ല വ്യക്തിപരമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ആ ദൈവത്തിന് നമ്മളോട് തോന്നിയ സ്നേഹമാണല്ലോ ഇത് പറയുക എന്നുള്ളത്. സ്വാമിയെ കൊണ്ട് അത് പറയിപ്പിച്ചതും ദൈവം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല, ഇത്രയും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും പറ്റത്തില്ല. ഇനി അടുത്തത്, ഈ ഒരു ഭാഗം വായിക്കുമ്പോഴത്തേനും ചില വാക്കുകളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കിയാൽ മതി. ആരും ആഗ്രഹിക്കുന്ന വൈഷ്ണവപുരത്തിൽ പുരുഷന്മാർ ചന്ദ്രമുഖികളായ അപ്സരസുകളോടൊപ്പം സദാ രമിക്കുന്നു. പ്രബോധന സ്ഥാനങ്ങളോടും ഭംഗിയുള്ള അരക്കെട്ടോടും മത്തഗജത്തിൻ്റേതുപോലുള്ളതോടും നടത്തത്തോടും കൂടിയ ഗജത്തിൻ്റേതുപോലുള്ള കറുപ്പും വെളുപ്പും നിറത്തിലുള്ള സുന്ദരികൾ ശ്രേഷ്ഠ പുരുഷന്മാരുടെ ചുറ്റും നിന്ന് രത്നരിതങ്ങളായ സ്വർണ്ണപീടികൾ വർണ്ണപ്പകിട്ടുള്ള ചാമരങ്ങൾ കൊണ്ട് അവരെ വീശുന്നു. മാത്രമല്ല ആ ശ്രേഷ്ഠപുരം ഗീത നൃത്തവാദ്യങ്ങളാലും സന്തുഷ്ടരായ മദാലസകളാലും യക്ഷതര സിദ്ധ ഗന്ധർവ അപ്സര ഗണത്താലും ദേവസമൂഹത്താലും മഹർഷിമാരാലും അത്യന്തം ശോഭിക്കുന്നു. അവിടെ എത്തിച്ചേർന്ന് കടലിൻ്റെ തെക്കേക്കരയിലുള്ള മഹാവടവൃക്ഷത്തിന് സമീപം ലോകനായകനായ താമര ഇതൾ പോലെ നീണ്ടുവിടർന്ന കണ്ണുകളുള്ള ഭഗവാൻ കൃഷ്ണനെ ദർശിച്ച് മഹാന്മാർ ശ്രേഷ്ഠ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നു. അപ്സരസുകളുമായി രമിച്ച് ആകാശം, സൂര്യചന്ദ്രന്മാർ എന്നിവ നിലനിൽക്കുവോളം കാലം ഉരുക്കിയ സ്വർണവർണ്ണത്തെ പ്രാപിച്ച് ജരാമരണവർജിതനായി ദുഃഖഹീനരും ദാഹം, ക്ഷീണം എന്നിവ ഇല്ലാത്തവരുമായി 4 കൈകളോടും മഹാവീര്യത്തോടും കൂടിയവരായിത്തീരുന്നു. എവിടാ? ഒരു പിടിച്ച കൗണ്ടറുകൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ഇവിടെ എൻ്റെ ഒരു ചോദ്യം,
ഈ ചെല്ലുന്ന സ്വർഗത്തിൽ ഈ തെക്കേ കരയുള്ള കടലിൻ്റെ തെക്കേ കരയിലുള്ള ഈ കടലിന് തെക്കേ കരയൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുക. ഈ സ്വാമി നടന്നു മടുക്കും കേട്ടോ. കാരണം കടലിൻ്റെ തെക്കേ കരയുടെ വടവൃക്ഷത്തിന് സമീപം ആരിയ്ക്കുക? ഭഗവാൻ കൃഷ്ണനെയൊക്കെ സന്ദർശിക്കണം. അപ്പോൾ ഈ സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ സ്വാമി ഇതെല്ലാം ചെയ്ത് ഈ തെക്കേ ഈ കടലിൻ്റെ അങ്ങേ അറ്റത്ത് വരെയൊക്കെ നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ സ്വാമിയോട് പറയാനുള്ളത്, സ്വാമി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വരുമ്പോഴത്തേനും ഒന്ന് ചിന്തിക്കണം. ഇതുപോലെ സംസാരിക്കുന്ന ചില ആൾക്കാർ ഈ കേരളക്കരയിൽ അല്ലെങ്കിൽ ഭാരതത്തിലുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളത് നോക്കണം. കാരണം ഇനി അതുപോലെ വേറൊരു കാര്യം, ദാഹം ദുഃഖഹീനരും ദാഹം ക്ഷീണ എന്നിവ ഇല്ലാത്തതിനുമായി 4 കൈകളോടും, ഇവിടെ 2 എണ്ണം തന്നെ പറ്റാത്തപ്പോഴാണ് 4 കൈയുമായിട്ട് ഈ നമ്മുടെ ശിവപുരാണത്തിലും അല്ലെങ്കിൽ ശിവൻ്റെ 7 ജീവിത ഇതിനെപ്പറ്റി പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ശിവൻ സദാസമയം കഞ്ചാവ് വലിക്കുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ശിവൻ്റെ 7 ജീവിത ചരിത്രമുണ്ട്. വടക്കേൽ വലിയൊരു സ്വാമി അതിൻ്റെ അകത്ത് പറയുന്നത് ശിവൻ സദാസമയം കഞ്ചാവ് വലിക്കുന്ന. ശിവൻ 1000 കൈകളുള്ളതായിട്ട് തോന്നുമെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വലിച്ചു കഴിഞ്ഞാൽ 1000 അല്ല, ചിലപ്പോൾ അവന് 2000 കൈകളുള്ളതായിട്ടൊക്കെ തോന്നും. കാരണം ഇതാണല്ലോ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഇതിനെയൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ നേരെ വന്നിട്ട് പറയുന്നത് നിങ്ങൾ 10% കൊടുത്ത് സ്വർഗത്തിൽ പോകാൻ നിൽക്കുന്നവരാണ്. എങ്ങനെയുണ്ട്? ഇതേപോലെ തന്നെയാണ് ഞാൻ ഈ നമ്മുടെ ക്ലബ് ഹൗസ് ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു സ്വാമി വന്നിട്ട് ഞാനുമായിട്ട് ചെറിയൊരു ചർച്ച നടത്തിയപ്പോഴത്തേനും പറഞ്ഞാണ്, നിങ്ങൾക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുണ്ട്, ഞങ്ങൾക്ക് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനുണ്ട്. ഇത് ഞാൻ പറയാനുള്ള കാരണം ഇവരെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ ഇതിനെ നിങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നാൽ ഒന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു ബ്രഹ്മാവെന്ന് വെച്ചാൽ എന്താ? ബ്രഹ്മാവ് ഏകദേശം ഒരു 10-80 വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യൻ. അപ്പോൾ പെട്ടെന്ന് ചില സ്ഥലങ്ങളിൽ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മുടെ ചിന്ത അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ ചോദിച്ചു വിഷ്ണു ഏകദേശം ഒരു 30-31 വയസ്സുള്ള ആൾ. അപ്പോൾ ആരായി? യേശുവിലേക്ക് എത്തിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു പരിശുദ്ധാത്മാവ് ശിവൻ. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ ശരിയാവും? പുള്ളി ക്ഷിപ്രകോപിയാണ്. ഞാൻ ചോദിച്ചാൽ ആര്? പരിശുദ്ധാത്മാവ് ക്ഷിപ്രകോപിയാണ്. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ സംഭവിക്കും? നീ ബൈബിള് വായിച്ചിട്ടില്ല? ഞാൻ ചോദിച്ചാൽ അതെന്തേ? അനന്യാസം സവീരെ പരിശുദ്ധാത്മാവിനോട് എന്ത് ചെയ്തു? വ്യാജം കാണിച്ചുകൊണ്ട് അവരപ്പം തന്നെ മരിച്ചു പോകണം. ഈ സാധനമാണ് കഞ്ചാവ് വലിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കഞ്ചാവ് വലിക്കുമെന്ന് ചോദിച്ചു. ശിവൻ കഞ്ചാവ് വലിക്കൂലേ? വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത് പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും ബോധ്യം വരുത്താൻ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഇതും വലിച്ചു നടക്കുക. പുള്ളി ഉടനെ പറയാ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ആൾ മോശമാണ്. എൻ്റെ സംശയമല്ല ഞാൻ ചോദിച്ചത്. ശിവൻ്റെ കഴുത്തേൽ മനുഷ്യൻ്റെ തലയോട്ടിയാണ് മാലയായിട്ടിരിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ കഴുത്തേലുണ്ടോ? ഇവരുടെ ധാരണ ഇത് നമ്മൾ അടിച്ചുകൊണ്ട് വന്നെന്നാണ്. ഒരു രീതിയിൽ ഒരിടത്തൊന്നും അടിച്ചു മാറ്റിയ ഒരു പുസ്തകമല്ല വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് പലതും ചിരണ്ടിക്കൊണ്ട് പോയിട്ടുള്ളൂ പലരും. അല്ലാതെ നമ്മൾ ഒരു സാധനം ഒരിടത്തൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അത് ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് അതിൻ്റെ അകത്തുള്ളത്. അത് വായിക്കുന്നയാളും അത് കേൾക്കുന്നയാളും ഒരുപോലെ ക്രിസ്തുവിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്ര സ്വാമിമാർ ഈ ലോകത്ത് ക്രിസ്തുവിനെതിരായിട്ടും വിശുദ്ധ വേദപുസ്തകത്തിനെതിരായിട്ട് ബൈബിൾ കത്തിച്ചാൽ പോലും ആ ബൈബിൾ ഒരു നാൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അവർ പറയും ഞങ്ങളെ രക്ഷിച്ച ഒരു ജീവനുള്ള ദൈവം ഈ പുസ്തകത്തിലുണ്ടെന്ന്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവർ വന്നിട്ട് പറയുന്നത് ഇത് ഞങ്ങളുടെ നടിച്ചുകൊണ്ട് പോയതാണ്. എങ്ങനെയാ? ഇത് പറഞ്ഞെങ്കിലേ ഉള്ളൂ ഈ അപ്സരസുകളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റൂ. ഈ കടലിൻ്റെ കരയിൽ കൂടെ നടന്ന ആ വൃക്ഷത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കൃഷ്ണൻ അവിടെ കിടക്കത്തുള്ളൂ. ഈ കൃഷ്ണനെ കണ്ടിട്ട് വേണമല്ലോ പോകാൻ. ഇനി അടുത്തത് ദേവി ഭാഗവത പുരാണത്തിൻ്റെ അത് പറയുന്നതാണ്. അപ്സരസുകൾ പറഞ്ഞു പഞ്ചേന്ദ്രിയങ്ങളിൽ ശബ്ദം മുതലായവയിൽ സ്പർശനത്തിലൂടെ ലഭിക്കുന്ന സുഖങ്ങൾ ഉത്തമവും ആനന്ദത്തിൻ്റെ സ്രോതസ്സുമായി കണക്കാക്കപ്പെടുന്നു. മറ്റൊരു സുഖവും അതിന് തുല്യമല്ല. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഗന്ധമാദനത്തെക്കാൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ ലഹരി പിടിപ്പിക്കുന്ന സന്തോഷം നൽകുന്ന പർവ്വതം പോലെ ഉന്നതമായ ഒരു സ്വർഗമില്ലെന്ന് ദയവായി അറിയുക. അതീവ മനോഹരവും ആകർഷകവുമായ ഈ സ്ഥലത്ത് സ്വർഗീയ കന്യകമാരായ ഞങ്ങളോടൊപ്പമുള്ള ഏറ്റവും ഉയർന്ന ആനന്ദം നൽകുന്ന ലൈംഗിക ബന്ധം നിങ്ങൾ ആസ്വദിക്കൂ. കന്യകനെ ബ്രാഹ്മണന് കൊടുത്തിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേനും കിട്ടുന്ന സംഭവം ഇത്. അപ്പോൾ ഈ പെണ്ണിനെ കൊടുത്ത് സ്വർഗത്തിൽ പോകുന്നതാണ് ഏറ്റവും വലുത്, അതോ 10% കൊടുത്തിട്ട് പോകാമെന്ന് പുള്ളി പറഞ്ഞ ആരോപണമാണ് ഏറ്റവും നല്ലത്? ഏതാ? ഇപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ഇതാണ് സംഭവം. ഇത് തന്നെയല്ലേ ഇസ്ലാമിലും. അത് ഇവർ തമ്മിൽ എന്തോ കോമ്പറ്റീഷൻ നടക്കുക, റെസ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ അണ്ടർടേക്കറും ഒരു സൈഡിൽ കെയിനുമായിട്ട് ഇങ്ങനെ നിന്ന് ഇടിക്കുന്ന പോലെ ഇവർ നിന്നുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്തെങ്കിലേ ഈ ഗെയിം ജയിക്കത്തുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു സംവാദം വെക്കണം, ഇസ്ലാമിൻ്റെ സ്വർഗവും ഹിന്ദുയിസത്തിൻ്റെ സ്വർഗവും ഞങ്ങൾ കേൾക്കാനും വരാം.
നിങ്ങളുടെ രണ്ട് കൂട്ടരെയും വിളിക്കണ്ട, ഞങ്ങൾ വരാൻ കേൾക്കാൻ. പക്ഷേ തെളിവുകൾ നിരത്തിയേ നിങ്ങൾ സംസാരിക്കാവൂ. പണ്ട് സാക്ഷിയുടെ സഹോദരന്മാർ ഹദീസുകൾ ഇട്ടപ്പോഴത്തേനും ഉടനെ പറഞ്ഞത് അനിൽകുമാർ അയ്യപ്പൻ്റെ ഹദീസാണ്, ഇത് ജെറിവേറിൻ്റെ ഹദീസാണ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് പുസ്തകം മേടിച്ച് ഇവർ വായിച്ചു നോക്കിയപ്പോൾ ഇത് ഇവരുടെ രണ്ടുപേരുടെ ഹദീസല്ല, ഞങ്ങളുടെ ബുഹാരിയുടെ ഹദീസാണെന്ന് ഇവർ എന്നെ പറയേണ്ടിയും വന്നു. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തെളിവുകൾ നിരത്തി ഇതുപോലൊരു ഡിബേറ്റ് എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും വന്നിരുന്ന് കേൾക്കാം. ഇതിൽ ആരുടെ സ്വർഗ്ഗമാണ് ജയിക്കുന്നതെന്ന് അറിയണമല്ലോ, ആരാണ് ആൾക്കാരെ കൂടുതൽ കൊടുക്കുന്നതെന്നും അറിയണമല്ലോ. ഇതാണ് ഇവരുടെ സ്വർഗം, ഇവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള സ്വർഗം. ഇനി അടുത്തത് ബ്രഹ്മവിവർത്തന പുരാണം കൃഷ്ണജന്മം കാണ്ഡം 59, 85 മുതൽ 103 വരെയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പുണ്യവാന്മാരായ മനുഷ്യർ ഭാരതത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത ശേഷം സ്വർഗത്തിൽ പോവുകയും അവിടെ അപ്സരസുകളാൽ പരിചരിക്കപ്പെട്ട് ദീർഘകാലം സ്വർഗീയ ആനന്ദം ആസ്വദിക്കുകയും ചെയ്യുന്നു. സുന്ദരി, ഈ സ്വർഗം കർമ്മഭൂമിയല്ല, ഇത് ആസ്വാദനത്തിനുള്ള സ്ഥലമാണ്. എല്ലാ ആസ്വാദനങ്ങളിലും വെച്ച് ഒരു ഉത്തമ സ്ത്രീയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഏറ്റവും ശ്രേഷ്ഠം. എങ്ങനെയുണ്ട്? ഇതാണ് ഇവരുടെ സ്വർഗം. നമുക്ക് ഈ 10,27,000 ഹൂറികളും ഇല്ല അവിടെ, നമുക്കിതേപോലെ അപ്സരസ്സുകളും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ കാണുന്നത് നമ്മൾ ആരെ കാണാൻ ആഗ്രഹിച്ചോ ആ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെല്ലാവരും എന്തു ചെയ്യും? അവിടെ ചെല്ലും. അതാണോ ഏറ്റവും വലിയ സന്തോഷം, എന്നേക്കും നിലനിൽക്കുന്ന സന്തോഷം? അതോ ഇതാണോ? സ്വാമിക്ക് ഇതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം. സ്വാമിക്ക് ഇങ്ങനെ പോകുന്നതായിരിക്കും ഏറ്റവും വലിയ, ഇതിലേക്കായിരിക്കും ചിലപ്പം ഈ സ്വാമി ഇങ്ങനെ 10 വരെ വിളിച്ചു വരുത്തുകയാണെങ്കിൽ സ്വാമി അന്ന് വരെ ചെയ്ത എല്ലാ പാപങ്ങളും ചിലപ്പം ഇവരുടെ ദൈവം ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം വിളിച്ചുകൊണ്ട് വരുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു സ്വർഗത്തിലേക്ക് എന്തൊക്കെയാണ് ഞങ്ങൾ വരുന്നില്ല. ഞങ്ങൾക്ക് ഇതിനോടൊട്ട് താല്പര്യമില്ല. കാരണം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്മേൽ ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം ഞങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരിക്കണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണങ്ങളെന്നുള്ളത്. അതിന് പെണ്ണിനെ കൊടുത്താൽ പറ്റില്ല. പെണ്ണിനെ അങ്ങനെ കൊടുത്തിട്ട് പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ആ പെണ്ണിൻ്റെ കൂട്ടത്തിൽ പോകുന്നതല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ഇനി ശ്രീമദ് ഭാഗവതം. അടുത്തതായി അപ്സരസുകൾ പ്രത്യക്ഷപ്പെട്ടു. അവർ സ്വർഗലോകങ്ങളിൽ വേശികളായി ഉപയോഗിക്കപ്പെടുന്നു. അവർ സ്വർണ്ണാഭരണങ്ങളും മാലകളും പൂർണ്ണമായി ധരിച്ച് ആകർഷമായ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. അപ്സരസുകൾ സ്വർഗലോകവാസികളെ ഭ്രമിപ്പിക്കുന്ന തരത്തിൽ വളരെ പതുക്കെയും ആകർഷകമായ ശൈലിയിലാണ് സഞ്ചരിക്കുന്നത്. അവർ സ്ലോ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുക. അവരുടെ യാത്ര മുഴുവൻ സ്ലോ മോഷനിലാണ്. കാരണം ആകർഷിച്ച് വേണമല്ലോ പോകാൻ. അവരവിടെ ആരാണ്? സ്വർഗലോകത്തിൽ വേശികളായിട്ട് ഉപയോഗിക്കുന്നത്. ആരെയാ? അപ്സരസുകളെ. ഇതിനെയാണ് അപ്പുറത്തും സ്വാമി പറഞ്ഞ ഒരു വശം തന്നെയാണ്. സ്വാമി ഇത് ആരും മനസ്സിലാക്കരുത്. ഞങ്ങൾക്കിങ്ങനെ അപ്സരസുകളുണ്ടെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ നമ്മുടെ നേരെ ഈ 2 ആരോപണം വെച്ചത്. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു. ഇനി ഇതേപോലുള്ള ആരോപണങ്ങൾ തുടരുക. ഈ നമ്മൾ തുടരുമെന്ന് പറഞ്ഞ് പണ്ട് നോവലിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ സ്വാമിയോടും പറയാണ്, തുടരുക. സ്വാമിയും ബാക്കിയുള്ള സ്വാമിമാരും ശശികല ചേച്ചി എല്ലാം തുടരുക. ബൈബിളിനെതിരായിട്ടും യേശുക്രിസ്തുവിനെതിരായിട്ടും പറയുക. പക്ഷേ ഞങ്ങൾക്ക് മറുപടി പറയാൻ ഭയത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് മറുപടി പറയാൻ ആരുടെയും പിന്നാലെ പോവുകയും വേണ്ട. നിങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾ തന്നെ തർജ്ജമ ചെയ്ത് ഞങ്ങളുടെയിലേക്ക് നിങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്, ഞങ്ങളത് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് പ്രശ്നമുള്ള കാര്യമില്ല. ഇനി അടുത്ത സ്വർഗം. പൊതുവേ ആളുകൾ വളരെ ബുദ്ധിശാലികളല്ല. ഇത് ഈ ഭഗവത്ഗീതയെപ്പറ്റി പ്രഭുപാദരുടെ എന്ന് പറയുന്ന ഒരാളുണ്ട്. പ്രഭുപാദർ എന്ന് പറയും. അദ്ദേഹം ഇവിടെ അല്ല, വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്വാമിയാണ്. അദ്ദേഹം ശ്രീമദ് ഭാഗവത എന്നുവേണ്ട പല ഗ്രന്ഥങ്ങളും എന്ന് വെച്ചാൽ ഹിന്ദുയിസത്തിൻ്റെ ആത്മീയ പല ഗ്രന്ഥങ്ങളും തർജ്ജിമ ചെയ്യുക മാത്രമല്ല അതിനർത്ഥം വെച്ച് പോകുന്ന ഒരു സ്വാമിയും കൂടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിലെ ഏറ്റവും വലിയൊരു മത പണ്ഡിതൻ എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവിടെ പറയാണ്, പൊതുവേ ആളുകൾ വളരെ ബുദ്ധിശാലികളല്ല. അവരുടെ അറിവില്ലായ്മ കാരണം വേദങ്ങളുടെ കർമ്മകാണ്ഡ ഭാഗങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫലച്ഛയുടെ കർമ്മങ്ങളോട് അവർക്ക് കൂടുതൽ ആസക്തിയുണ്ട്. മദ്യവും സ്ത്രീയും ലഭ്യമാകുന്നതും ഭൗതികമായ ഐശ്വര്യങ്ങൾ വളരെ സാധാരണമായ സ്വർഗത്തിലെ ജീവിതം ആസ്വദിക്കുന്നതിനുള്ള ഇന്ദ്രിയ സുഖ നിർദ്ദേശങ്ങളല്ലാതെ മറ്റൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവർ പൊതുവെ ഇന്ദ്രിയാസക്തരാണ്. സ്വർഗീയ സുഖങ്ങളല്ലാതെ മറ്റൊന്നും അവർക്ക് വേണ്ട. നന്ദനകാനനം എന്ന് വിളിക്കപ്പെടുന്ന ഉദ്യാനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം.
അവിടെ മാലാഖമാരെ പോലെ സുന്ദരികളായ സ്ത്രീകളുമായി കൂട്ടുകൂടാനും സോമരസം ധാരാളമായി ലഭിക്കാനും നല്ല അവസരമുണ്ട്. അത്തരം ശാരീരിക സന്തോഷം തീർച്ചയായും ഇന്ദ്രിയപരമാണ്. അതിനാൽ ഭൗതിക ലോകത്തിൻ്റെ നാഥന്മാരെന്ന നിലയിൽ താൽക്കാലികമായ ഭൗതിക സുഖങ്ങളിൽ മാത്രം പൂർണ്ണമായി ആകൃഷ്ടരായവരുമുണ്ട്. ഇത് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൻ്റെ 42 മുതൽ 43 വരെയുള്ള 42-41 കുറിച്ചുള്ള ഈ സാമ്യയുടെ വിവരണമാണ്. അവിടെയുണ്ട് മദ്യപ്പുഴ. ഇതാണ് ഇവർ തമ്മിലൊരു തീരുമാനത്തിലേക്ക് എത്തണം, ആരുടെ മദ്യമാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് എന്തും ഏതും എങ്ങനെയും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? മദ്യത്തെ കൊടുക്കണം, പശുവിൻ്റെ കാര്യങ്ങൾ, കാളയുടെ കാര്യങ്ങൾ, സ്വർണം എന്നുള്ളതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്നും അങ്ങോട്ട് ചെല്ലാമെന്ന് നോക്കണ്ട. എന്തുകൊണ്ടേ ചെല്ലാൻ പറ്റൂ? കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിച്ച് വിശുദ്ധിയോടെ ജീവിച്ച്, എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഒന്നും കൊടുക്കാതല്ല, തന്നെ ക്രിസ്തുവിനെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്കുള്ള പ്രവേശനമുള്ളൂ. അവിടെയാണ് നമ്മളും അവരുമായിട്ടുള്ള വ്യത്യാസം. ഇന്നേ ദിവസം ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് എൻ്റെ ക്ലാസ് സെഷൻ ഇവിടെ തീരുകയാണ്. അതുകൊണ്ട് സാമിമാരുമായിട്ട് നിൽക്കുന്ന എല്ലാവരോടും, ശശികല ചേച്ചിയും ബാക്കിയുള്ളവരോടും പറയാനുള്ളൊരു കാരണം, ക്രിസ്ത്യാനിക്ക് 10% കൊടുത്തിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ ബൈബിളിനകത്ത് എവിടെയെങ്കിലും ഒരു വാക്യം ഉണ്ടെങ്കിൽ കാണിച്ചു തരിക. അല്ലാതെ സനാതനധർമ്മ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അംശങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് വിലപ്പോകുന്നതേ അല്ല. കാരണം ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു രക്ഷകനായ ദൈവമുണ്ട്. ഞങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എവിടെയും 10% കൊടുത്ത് കയറാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നത് ഞങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ആ പ്രവേശനത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളെ വിമർശിക്കുന്ന, ഞങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിനെതിരായിട്ട് പറയുന്ന, അപ്പോസ്തലന്മാർക്ക് എതിരായിട്ട് പറയുന്ന, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കെതിരായിട്ട് പറയുന്ന ഏത് മനുഷ്യനെയും രക്ഷിക്കുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ രക്ഷിക്കപ്പെടുവാൻ ഏക ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന വിശ്വസ്തനായ ആ ദൈവത്തിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. ആ നാമത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ എല്ലാ സ്വാമിമാരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. അതിനപ്പുറത്തേക്ക് വലുതായിട്ട് ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. കാരണം ഞങ്ങളുടെ ഉയർച്ചയുണ്ടെങ്കിൽ, ഞങ്ങൾക്കൊരു താഴ്ചയുണ്ടെങ്കിൽ, ഞങ്ങൾക്കൊരു സന്തോഷമുണ്ടെങ്കിൽ, ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് മാത്രം ലഭിച്ചതാണ്, അല്ലാതെ മനുഷ്യരിൽ നിന്ന് ലഭിച്ചതല്ല. കാരണം അവൻ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് പാപമൊഴികെ സകലത്തിലും മനുഷ്യനായി ജീവിച്ച് മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്. ആ നിസ്തുല്യ സ്നേഹത്തിലേക്ക് എല്ലാ സ്വാമിമാരെയും ഞങ്ങളെ വിമർശിക്കുന്ന എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരും ധാരാളമായി സഹായിക്കട്ടെ.